രാവിലെ തുടരുകയാണ്. മനുഷ്യത്വം മരവിച്ച നിരവധി അരും കൊലപാതകങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ മാസം സാക്ഷിയായി. ഓരോ അതിക്രമത്തിനും പിന്നിലെന്ത് എന്ന് ന്യൂസ് 18 അന്വേഷിക്കുന്നുണ്ട്. ചോരമടക്കുന്ന ജനുവരി ലൈവത്തോൺ രാവിലെ 10 മുതൽ ന്യൂസ് 18 കാണാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. കാരണം ഇന്നലെയും മാന്നാറുണ്ടായ കൊലപാതകമൊക്കെ നമ്മളെ മാതാപിതാക്കളെ ചുട്ടുകൊന്ന മകന്റെ വാർത്തയൊക്കെ നമ്മളെ ഒരുപാട് ഞെട്ടിപ്പിച്ചതാണ്. ചോറ്റാനിക്കരയിലെ വിഷയം വല്ലാതെ നമ്മളെ വേദനിപ്പിച്ചിരുന്നു. പ്രതി അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. മാന്നാറിലെ നേരത്തെ പറഞ്ഞ കൊലപാതകത്തിലെ മകനെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. സ്വത്ത് തർക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട കൊടും ക്രൂരതയിലേക്ക് നയിച്ചത് എന്ന വിവരം വരുന്നുണ്ട്. കൊച്ചി ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, അതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കുട്ടിയുടെ അമ്മ മിഹിർ, ആത്മഹത്യ ചെയ്ത മിഹിറിന്റെ അമ്മ ഇന്ന് മൊഴി നൽകും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഒപ്പം 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത്, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വാർത്ത മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയാണ്. ആ വിഷയത്തിൽ കൊലപാതകകാരനെ ഇപ്പോഴും പോലീസിന് വളരെ കൃത്യമായി കണ്ടെത്താനാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടിയുടെ അമ്മ 2ാം വിവാഹം കഴിച്ചുവെന്ന വിവരത്തിൽ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. സഹോദരൻ ഈ അമ്മയുമായുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കെ സുധാകരൻ ന്യൂസ് 18 സംസാരിച്ചാണ്. നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും, പുനഃസംഘടന എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും എന്നാണ് ഡാൻ കുര്യനോട് സംസാരിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞത്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, നമുക്കറിയാം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും BJPയും തമ്മിൽ ശക്തമായ മത്സരം നടക്കുകയാണ്. അവസാന അടവും പയറ്റുകയാണ് മുന്നണികൾ. BJPയുടെ ഇന്നലത്തെ ബജറ്റ് പ്രഖ്യാപനമൊക്കെ വോട്ടാകുമെന്നുള്ള പ്രതീക്ഷ അവിടെയുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്കാദ്യം ചോറ്റാനിക്കരയിലേക്ക് ഒന്ന് പോകണം. അവിടെ ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചോറ്റാനിക്കരയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട സുഹൃത്തിനെ കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാനി, ഇത് ഇപ്പോൾ ഒരാൾ മാത്രമല്ല, മറ്റൊരാൾക്ക് കൂടി പങ്കാളിത്തമുണ്ട്. ഒരുപക്ഷെ അയാൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. എങ്കിലും പോലീസ് കുറച്ചുകൂടി വ്യാപകമായി ഈ വിഷയത്തെ സമീപിക്കുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കുറെ കൂടി ഗൗരവതരമായിരിക്കുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം പെൺകുട്ടി മരണപ്പെട്ടു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരൂഹതകൾ അവസാനിക്കുന്നില്ല എന്ന രീതിയിലാണ്. കാരണം മുഴുവൻ കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. പ്രതി പറയുന്നത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു, അത് താൻ കണ്ടു, അങ്ങനെ ഈ ഷാള മുറിച്ച് താഴെയിട്ടു എന്നതാണ്. ഒരു പരിധിവരെ പോലീസ് അതിനോട് അടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം നിലവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ സൂചനകളും കാര്യങ്ങളിലും നിന്നുകൊണ്ട് പ്രതിക്കെതിരെ ഈ കൊലപാതകം എന്നതിനപ്പുറം ഈ നരഹത്യ എന്ന രീതിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. മനഃപൂർവ്വമായ നരഹത്യ എന്ന രീതിയിലേക്ക് നീങ്ങുന്നുണ്ട്. കൊല ചെയ്തു എന്ന പോലീസ് സമർത്ഥിക്കാനുള്ളൊരു തെളിവിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. എങ്കിൽ കൂടിയും കുറെ കൂടി ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അതിനനുസരിച്ച് പോലീസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കുറച്ചുകൂടി തെളിവുകളുടെ സമാഹരണം നടത്തുന്നു. ഒപ്പം തന്നെയാണ് ഇയാളുടെ ഒരു സാഹചര്യം സംബന്ധിയായ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന് ആദ്യം ലഭിച്ച വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ 3 കേസുകൾ നിലവിലുണ്ട്. ഒരു കഞ്ചാവ് കേസും അതോടൊപ്പം തന്നെ 2 ആക്രമണ കേസും തല്ല് കേസുകളും നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. അപ്പോൾ ഇയാളുടെ ഒരു സാഹചര്യങ്ങൾ മാത്രവുമല്ല, ഇയാൾ അവിടെ കൊണ്ടുവന്ന് വിട്ട സുഹൃത്ത്, ഈ സുഹൃത്തിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് അടുത്ത ദിവസം. കാരണം ഇയാൾക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, എന്തായിരുന്നു മോട്ടീവ്, അവിടേക്ക് വളരെ തിടുക്കത്തിൽ അവിടേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു, ആ രാത്രി അവിടേക്ക് കൊണ്ടുവരികയും വളരെ പെട്ടെന്ന് അയാൾ തിരിച്ചു പോകുന്നതും എല്ലാ CCTV ദൃശ്യങ്ങളിലുണ്ട്. തിരികെ എങ്ങനെയാണ് പോയതെന്ന് സ്വന്തം നിലയിൽ പോയതാണ് എന്ന് പറയുന്നു. പക്ഷേ പോലീസ് അത് മുഴുവനായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിനുശേഷം ആരെങ്കിലും വിളിച്ചു വരുത്തി എന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊരു സ്ഥിരീകരണവും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ ഇയാൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. ആദ്യം ഘട്ടത്തിൽ ലഭിച്ചപ്പോഴുള്ളതിനേക്കാളും സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് വിളിക്കുമ്പോൾ ഈ നരഹത്യ അടക്കം ചുമത്തിയ ഒരാളായിട്ടാണ് ഈ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡിയിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമീപനങ്ങളിൽ മാറ്റമുണ്ട്. കാരണം ഇപ്പോൾ ഒരു കൊലപാതക കേസിലെ പ്രതിയായി മാറിയിരിക്കുന്നു എന്നതാണ്
കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇയാൾ പറയുന്നത് മുഴുവനായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. കാരണം ഈ ഷാള് മുറിച്ച് താഴെയിട്ടു, അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ആധികാരികത പോലീസിന് വരേണ്ടതുണ്ട്. നിലവിലെ തെളിവുകൾ ആ രീതിയിൽ സൂചിപ്പിക്കുന്നെങ്കിലും കുറച്ചുകൂടി വ്യക്തതയിലേക്കടക്കം കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അവിടെയാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇയാളുടെ സുഹൃത്ത് ബന്ധങ്ങൾ മറ്റാരെങ്കിലും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നതടക്കം അവിടെ ആരുടെയെങ്കിലും സഹായം ഉപയോഗിച്ചിരുന്നോ ഈ പെൺകുട്ടിയെ താഴെ ഇറക്കുന്നതിനും മറ്റും അത്തരം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇയാൾ പറഞ്ഞത് പെൺകുട്ടിയല്ല അന്ന് ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നതെല്ലാമായിരുന്നു പറഞ്ഞു. പക്ഷെ അത് തെറ്റാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടിലടക്കം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായി നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു തീരുമാനവും വ്യക്തതയും എല്ലാം തന്നെ വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് വീണ്ടും കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം ആ കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനമെന്ന് കുറ്റപത്രമടക്കം സമർപ്പിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തതയിലേക്ക് നീങ്ങിക്കൊണ്ടുപോയി ചെല്ലാനാണ് പോലീസ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസം കസ്റ്റഡിയിലേക്ക് ഈ പ്രതി അനൂപിനെ വാങ്ങിക്കും. അതിനുശേഷമായിരിക്കും പിന്നീടുള്ള ഒരു നീക്കങ്ങൾ. മറ്റാരെങ്കിലും ഈ കേസിൽ പ്രതിയാണോ, ഇയാൾക്ക് മറ്റേതെങ്കിലും രീതിയിലൊരു സഹായമടക്കം ലഭിച്ചിട്ടുണ്ടോ, പെട്ടെന്നുള്ള ഒരു ഉദ്ദേശം എന്തായിരുന്നു, അവിടേക്ക് തിടുക്കത്തിൽ വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. വരും ദിവസമാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. ഈ കാര്യത്തിൽ തീർച്ചയായും അതാണ് പോലീസിന്റെ ഈ വിഷയത്തിലുള്ള നീക്കം. നമുക്കറിയാം ഈ ചോറ്റാനിക്കര വിഷയം നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ച, വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമാണ്. അതിൽ അന്വേഷണ വഴിയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത, ഈ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കഴിഞ്ഞ ദിവസം അമ്മ തുടങ്ങിവെച്ച ഒരു പോരാട്ടമാണ്. അമ്മ ഒരു പ്രസ് റിലീസായി, ഒരു വാർത്താക്കുറിപ്പായി ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചപ്പോൾ അത് വായിച്ചവരൊക്കെ വല്ലാതെ ഞെട്ടി. ഇത്ര ക്രൂരരാണോ നമ്മുടെ വിദ്യാർത്ഥികൾ? ഒരു സഹപാഠിയോട് ഇത്രയധികം ക്രൂരതയോടെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തിയ സംഭവമാണ്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടിയുടെ അമ്മ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴി നൽകും. ഡാനി ഇപ്പോൾ തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഡാനി, ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലിലേക്ക് വരാം. അതിനു മുൻപ് അമ്മ വലിയൊരു പോരാട്ടത്തിലാണ്. തൻ്റെ മകന് നീതി കിട്ടണം, മരണത്തിന് ശേഷമെങ്കിലും എന്നുള്ള ചിന്തയിൽ. അതിനുള്ള പിന്തുണ നൽകേണ്ട നമ്മുടെ സമൂഹവും നമ്മുടെ നിയമ സംവിധാനങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഈ അന്വേഷണം? എന്തൊക്കെ അന്വേഷണ രീതികൾ ഇതിനകം പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞു? രഞ്ജിത്ത്, നിലവിലൊരു 10 അംഗ അന്വേഷണ സംഘം, അങ്ങനെ ഒരു സ്ക്വാഡിനാണ് രൂപം നൽകിയിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ സിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ കേസിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും തന്നെ ഈ റാഗിംഗ് സംബന്ധിയായി ഉയർന്ന പരാതി, നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ആ രീതിയിൽ അന്വേഷണം നടത്തുകയും മൊഴിയെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ജനുവരി 15-നായിരുന്നു സംഭവം നടക്കുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് കുടുംബത്തിൻ്റെതായ രീതിയിൽ ഒരു അന്വേഷണം നടക്കുകയും സുഹൃത്തുക്കളിൽ നിന്ന്, സഹപാഠികളിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മ ഒരു തുറന്ന കത്തും അതോടൊപ്പം തന്നെ പരാതിയുമായിട്ടുമെല്ലാം മുന്നോട്ട് വരുന്നത്. അതിനുശേഷം ഈ കേസിൻ്റെ ഒരു മാനം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഏതാനും ചിലർ വിദ്യാർത്ഥികളിൽ നിന്ന്, 2 പേരിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നത്, അവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരോട് ഇവിടെ സ്റ്റേഷനിലെത്തി മൊഴി നൽകണമെന്ന രീതിയിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരു വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളിലേക്ക് കൂടുതൽ ഇപ്പോൾ എത്തിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു പ്രധാന കാരണം അവർക്ക് പരീക്ഷ നടക്കുന്ന സമയമാണ്. സീനിയർ വിദ്യാർത്ഥികളായിരുന്നു, അവർക്ക് പരീക്ഷ നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് അമ്മ നൽകിയ പരാതിയിൽ ചില പേരുകൾ പരാമർശിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരിലേക്ക് ചെല്ലണമെങ്കിൽ ഈ പരീക്ഷ സമയം കൂടി കഴിഞ്ഞ്, അവരും കുട്ടികളാണ്, അവർ പരീക്ഷാ സമയം കഴിയട്ടെ എന്ന രീതിയിലാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം സ്കൂളിലേക്ക് അടക്കം നേരിട്ട് പോലീസ് ചെന്ന് ഇക്കാര്യങ്ങളിലുള്ള ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങും, അധികൃതരിലേക്ക് നീങ്ങും. നിലവിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് സ്കൂളിലെ. അതോടൊപ്പം തന്നെ മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ അടക്കം കുറേ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുന്നു. ഇന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച്
സംബന്ധിച്ച് ഇന്ന് ഈ കുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തി അവർക്ക് പറയുവാനുള്ളത്. അവരൊരു മൊഴിയെടുപ്പ് ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കോഴിക്കോട് ഉള്ള അവർ ഇന്ന് കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. മറ്റ് മാറ്റങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. എവിടേക്കാണ്, ഏത് പോലീസ് സ്റ്റേഷനിലേക്കാണ് വരേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം ഇന്ന് രാവിലെയോടുകൂടിയാണ് അവർക്ക് ലഭിക്കുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഏതായാലും അത് ഒരു വഴിക്ക് പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണം എന്ന രീതിയിലേക്ക് പോകുന്നു. മറ്റൊന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലാണ് ഇത്. കാരണം ഇത് അത്യന്തം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു സ്കൂളിനകത്ത് ഈ രീതിയിൽ തന്നെ സംഭവിക്കുക എന്നത്. ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ കൂടിയും ഇത് സംസ്ഥാന സർക്കാരിന് അതിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കഴിഞ്ഞ ദിവസം ആലുവ DEO സ്കൂളിലെത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. വൈകാതെ ഏതാണ്ട് ചൊവ്വാഴ്ചയ്ക്കകം തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറയുന്നു. ഇതിനനുസരിച്ചുള്ളൊരു നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഒപ്പം പല കോണുകളിൽ നിന്നും ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമുണ്ട്, ശക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം SFI അവിടേക്ക് മാർച്ച് നടത്തിയിരുന്നു. AOFും ഈ രീതിയിലുള്ള ASFും ഈ രീതിയിലുള്ള ചില പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈബീഡൻ MP മുഖ്യമന്ത്രി. നമുക്കറിയാം, നേരത്തെയും ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളുകളിൽ വിദ്യാർത്ഥി ആത്മഹത്യ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കതറിയാം, അതിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ ഈ പറഞ്ഞതുപോലെ സഹപാഠികളുടെ കളിയാക്കൽ തന്നെയായിരുന്നു അന്നും അതിനാധാരമായത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്, സംശയമില്ല. ഇവിടെയും ഈ കുട്ടികൾ വീണ്ടും ഇങ്ങനെ പെരുമാറുന്നു, സഹപാഠിയോട് പെരുമാറുന്നു. റാഗിങ്ങിൻ്റെ ഒരു വല്ലാത്ത ഒരു വേർഷനാണ് ഈ ക്ലോസറ്റിലൊക്കെ എന്താണ് നാക്ക് വെച്ച് നക്കിക്കുക, ഫ്ലഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അത്രത്തോളം ക്രൂരത ആ കുട്ടിയോട് കാണിച്ചതിൻ്റെ മനോവിഷമത്തിലാണല്ലോ അവൻ ഇങ്ങനെ ഒരു ചെയ്തിയിലേക്ക് പോയത്. ഈ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും നടപടി ഇതിനകം സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ എന്തെങ്കിലും അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ വിഷയത്തെ നിസാരവൽക്കരിക്കാനുള്ള ശ്രമമാണോ? സാധാരണ വലിയ വലിയ സ്കൂളുകളുടെ മാനേജ്മെൻറ്റുകളൊക്കെ ഈ സംഭവം ഒന്നും പുറത്തു പോകരുത്, തങ്ങളുടെ സ്കൂളിന് പേരുദോഷം ഉണ്ടാകുന്ന തരത്തിൽ അത്തരം വിഷയങ്ങളെ സമീപിക്കാറുണ്ട്. അതേ നിലപാട് തന്നെയാണോ ഈ ഗ്ലോബൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അതോ അവർ ഒരു ഗൗരവം കൊടുക്കുന്നുണ്ടോ ഈ വിഷയത്തിന്? രഞ്ജിത്ത്, ഈ സ്കൂളിൻ്റെ നിലപാടെന്ന് പറയുന്നത് അവർ ഒന്നാമത് ഈ വിഷയം അംഗീകരിക്കുന്നില്ല. ഇങ്ങനെയൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലൊരു അന്വേഷണത്തിനോ കാര്യത്തിനോ അവർ നിന്നിട്ടില്ല. അവർ പറയുന്നത് ഇങ്ങനെയൊരു പരാതി അവരുടെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന രീതിയിലാണ് പറയുന്നത്. മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത മിഹിർ അഹമ്മദിൻ്റെ കുടുംബം ഇങ്ങനെയൊരു പരാതി, റാഗിങ് നടന്നു എന്നൊരു പരാതി തങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ വിദ്യാർത്ഥി മിഹിർ ഒരിക്കലും തന്നെ അവിടെ സ്കൂളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു അസഹിഷ്ണുതയോ പ്രകടിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ ആത്മഹത്യ ചെയ്ത ദിവസവും ബാസ്കറ്റ്ബോൾ കോർട്ടിൽ കണ്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നങ്ങളുള്ളതായിട്ട് കാണുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ നിലകൊള്ളുന്നത്. ഇത് അവരുടെ സ്കൂളിൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ വേണ്ടി ചിലർ ചെയ്യുന്നതാണ് എന്ന രീതിയിലെല്ലാമാണ് അവരിതിനെ കാണുന്നത്, അല്ലെങ്കിൽ കാണാൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം അവർ അത് തന്നെയാണ്. ആ രീതിയിലാണ് അവരൊരു പ്രസ്താവനയടക്കം വന്നത്. അന്വേഷണത്തോട് സഹകരിക്കും, ഏതന്വേഷണത്തോട് സഹകരിക്കും. CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചു, അത് തങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് എന്ന രീതിയിലുള്ളൊരു നിലപാടാണ് നിൽക്കുന്നത്. ഈ അന്വേഷണത്തോട് സഹകരിക്കും എന്ന് പറയുമ്പോൾ പോലും ഒരു രീതിയിലും ഇത് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ ഒരു അന്വേഷണത്തിൽ അത് ബോധ്യപ്പെട്ടു എന്ന് അങ്ങനെയൊന്നും ആ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോട്ടെ. ഇത്തരമൊരു സംഭവങ്ങൾ പാടെ നിരാകരിക്കുകയാണ്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ നിലപാടെടുത്തിരിക്കുന്നതും അവർ ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നതും. ഇവരുടെ കുടുംബം ഇതുവരെയും തങ്ങളോട് റാഗിങ് നടന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല എന്നതെല്ലാമാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. മാത്രവുമല്ല, അവിടെ നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ പോലും ഇത് നിങ്ങൾ ഏകപക്ഷീയമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊരു രീതിയിലേക്കാണ്. കാരണം ഒരു അസഹിഷ്ണുതയും കാര്യങ്ങളുമെല്ലാം തന്നെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു വിദ്യാലയമാണ്, സമ്പന്നർക്ക് മാത്രം സാധ്യമാകുന്ന രീതിയിലുള്ളൊരു ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പോൾ അവർ ആ കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. കാര്യമായ രീതിയിലൊരു പ്രതിരോധം തീർക്കാൻ വേണ്ടി തന്നെയാണ് അവർ ശ്രമിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്നും അവരത് സമ്മതിച്ചു തരികയോ കാര്യങ്ങളോ അന്വേഷണം നടത്തിയോ എന്നൊന്നും പറയുന്നില്ല. ഈ രീതിയിലുള്ളൊരു പ്രതിരോധം തന്നെയാണ് അവർ തീർക്കുന്നത്. എന്തായാലും അത് എത്ര കണ്ട് എന്നതാണ് പോലീസ് ആധികാരികമായ ഒരു
തെളിവെടുപ്പിലേക്കും അതോടൊപ്പം തന്നെ പരിശോധനയിലേക്കെല്ലാമാണ് ഈ ഘട്ടത്തിൽ നീങ്ങുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു CCTVയോ കാര്യങ്ങളോ ശേഖരിക്കാനായിട്ട് സാധിക്കുമെന്ന് പോലീസ് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം സാധ്യമാണ് എന്നൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് നടന്നതാണ്, പ്രത്യേകിച്ച് ഈ വാഷ്റൂമിനകത്തുമെല്ലാം നടന്ന കാര്യങ്ങൾക്ക് ഫുട്ടേജുകൾക്ക് എടുക്കാൻ സാധിക്കുമോ എന്നതെല്ലാം തന്നെ ബാക്കി നിൽക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ സോഷ്യൽ മീഡിയയിൽ ഇവരൊരു കൂട്ടായ്മ ഉണ്ടാകുന്നു, ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന രീതിയിലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. പിന്നീട് അത് അപ്രത്യക്ഷമായി. അത്തരം ഈ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള കൂട്ടായ്മകളിലെല്ലാം തന്നെ ഇത് മരണം ആഘോഷിച്ചിരുന്നുവെന്ന് അമ്മയുടെ ഈ പരാതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ കത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ആനുപാതികമായ തെളിവുകൾ ശേഖരിക്കാനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെയായിരുന്നു ഈ ഗ്രൂപ്പ് അംഗങ്ങൾ, അവരിൽ നിന്ന് എന്തായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്, എന്താണ് അവർ ഈ ഇത്രമേൽ മരണം ആഘോഷിക്കാൻ മാത്രം എന്താണ് അവർ ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതിന് പോലീസ് സൈബർ ടീമിൻ്റെ അടക്കം സഹായം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് തന്നെ പോലീസ് ഇതിനെ കാണുന്നു. സർക്കാരിൻ്റെ ഒരു നേരിട്ടുള്ളൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കേസിൻ്റെ സ്വഭാവം മാറുകയാണ്. എന്തായാലും അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. കൊച്ചിയിലെ റാഗിങ് വലിയ തോതിൽ ചർച്ചയാക്കപ്പെട്ട ഒരു സംഭവമാണ്. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരുടെ മാതാവ് നേരത്തെ വീണ്ടും ഒരാളെ വിവാഹം ചെയ്തു എന്നത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ നടത്തിയ വെളിപ്പെടുത്തൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ദേവസ്വം ബോർഡ് ജീവനക്കാരനെ വിവാഹം ചെയ്തുവെന്നും വിവാഹമോചിതയാകാതെയാണ് 2ാം വിവാഹത്തിലേക്ക് പോയതെന്നും ശ്രീതു പറഞ്ഞുവെന്നാണ് ദേവിദാസന്റെ മൊഴി. കുട്ടികളെ കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയ പ്രതിയും അമ്മാവനുമായ ഹരിക്ക് വേണ്ടി നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വിനോദ്, പോലീസ് ഒരുപാട് അന്വേഷിച്ചിട്ടും ഈ കൊലപാതകം ആരാണ് ചെയ്തതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നു. ആ ആൾ അറസ്റ്റിലായിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മോട്ടീവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിലേക്ക് ഇപ്പോഴും പോലീസിന് അത്ര പെട്ടെന്ന് എത്താൻ പറ്റാത്തൊരു പശ്ചാത്തലമാണോ? അത് പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ടോ? ഈ പ്രതിയുടെ മൊഴികളൊക്കെയാണോ പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്നത്? ജോൾസൺ ദേവിദാസന്റെ മൊഴി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം ദേവിദാസൻ പറയുന്നത് ഏതാണ്ടൊരു 6 മാസം മുൻപ് ശ്രീതു തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. കരിക്കകത്താണ് വീട്. സമീപത്തെ ക്ഷേത്രത്തിൽ വന്ന ശേഷമാണ് തന്നെ കാണാൻ വന്നത്. ഒപ്പം ഒരാളുണ്ടായിരുന്നു. ഈ വിവാഹിതയായി എന്ന കാര്യമാണ് ശ്രീതു പറയുന്നത്. പുനർവിവാഹിതയായി. ആദ്യത്തെ വിവാഹബന്ധം വേർപെടുത്തിയെന്ന് ജോൾസൺ ചോദിക്കുമ്പോൾ അങ്ങനെ വേർപെടുത്തിയില്ല എന്ന കാര്യം പറയുന്നുണ്ട്. ഈ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ദേവിദാസിന് മുന്നിലേക്ക് ആ വ്യക്തി വന്നോ എന്നത് അതിലൊരു വ്യക്തതയില്ല. ഏതായിരുന്നാലും വിവാഹിതയായി എന്ന കാര്യം ദേവിദാസിനോട് പറഞ്ഞു എന്ന കാര്യമാണ് ജോൾസൺ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ അതാരാണ്? ശ്രീതുവിന് ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൽ തന്നെ ഉള്ള ഒരാളാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും ഇപ്പോൾ കോട്ടുകാൽ കോണത്തെ വീട്ടിലേക്ക് പോകാറില്ലെന്നും മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നുമൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ തരത്തിലാണ് ജോൾസന്റെ മൊഴി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കുട്ടിയെ ഒഴിവാക്കാൻ ഇങ്ങനെ ഒരു വിവാഹബന്ധം അത് സത്യമാണോ? അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയിരുന്നോ? അല്ലെങ്കിൽ അത് ശ്രീതു കള്ളം പറഞ്ഞതാണോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ബന്ധമുണ്ടായെങ്കിൽ ആ ബന്ധത്തിലേക്ക് പോകുന്നതിന് വേണ്ടി കുട്ടിയെ ഒഴിവാക്കാനുള്ള നീക്കം നടത്തിയോ? അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കാര്യമായി പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല, നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ നാട്ടുകാർ അറിയാതെ പോയതാണോ, അല്ലെങ്കിൽ അവിടെ ഉള്ള നാട്ടുകാരിൽ കുറച്ചു പേർക്കെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടോ? ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീതു പലരിൽ നിന്നായി പണം വാങ്ങിയിരുന്നത് ദേവസ്വം ബോർഡിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന വാഗ്ദാനം നൽകിയാണെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അത് എങ്ങനെയാണ്? അതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഈ ജോലി വാഗ്ദാനം ശ്രീതു ഒറ്റയ്ക്ക് നടത്തിയതാണോ, അല്ലെങ്കിൽ ഈ പണം സമാഹരിക്കുന്നതിന്, തട്ടിപ്പിലൂടെ പണം നേടുന്നതിന് മറ്റാരെങ്കിലും ശ്രീതുവിന് നിർദ്ദേശം നൽകിയിരുന്നു? ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല, ശ്രീതു ഒരു കാർ ഉപയോഗിച്ചിരുന്നു. ഈ കാറിന്റെ ഉറവിടം, അതിന്റെ സോഴ്സ് എവിടെയാണ്? അതിന്റെ പണം ആര് നൽകി? അല്ലെങ്കിൽ അത് ശ്രീതു വാങ്ങിയതാണോ? തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്.
ഒരു കൊലപാതകിയെ പിടികൂടി എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം കുറ്റസമ്മതം നടത്തിയ പ്രതി കോടതിക്ക് മുന്നിലെത്തുകയും റിമാൻഡിൽ പോവുകയും ചെയ്തു. അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യുന്നത്. കാരണം പ്രതിക്ക് മാനസികമായ ചില വെല്ലുവിളികളുണ്ട്. പക്ഷേ ഈ ഹരികുമാറിനെ കൊണ്ട് ശ്രീതു ചെയ്യിച്ചതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ ഇടപെട്ടിരുന്നോ? കാരണം ഈ ഇളയ കുട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കമുണ്ടായി. അത് ഹരികുമാർ അങ്ങനെ ചെയ്യില്ല എന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. കാരണം കൃത്യം നടത്തിയിട്ടുണ്ടാകാം, കൊലപാതകം നടത്തിയിട്ടുണ്ടാകാം, പക്ഷേ ബുദ്ധിപൂർവ്വം അതിലേക്ക് അയാളെ കൊണ്ടുവന്നതാകാം എന്നൊരു സംശയം നാട്ടുകാരിൽ പലരും ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു സംശയം പോലീസിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമായി ഇപ്പോൾ ഈ പോലീസ് മുന്നോട്ട് പോകുന്നത്. ശ്രീതു മഹിളാ മന്ദിരത്തിലാണ് സംരക്ഷണയിലുള്ളത്. ശ്രീതുവിനെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചോദ്യം ചെയ്തു, ജോൾസിനെ ചോദ്യം ചെയ്തു. ഈ മൊഴികളുടെ ഈ ജോൾസിന്റെ ഈ ദേവിദാസൻ എന്ന ജോൾസിന്റെ ഈ പങ്കാളിത്തം അത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഈ ദേവിദാസനോട് ശ്രീതു പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണല്ലോ അന്വേഷണം പുരോഗമിക്കുന്നത്. ശ്രീതുവിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അപ്പോൾ ഈ ദേവിദാസന്റെ പങ്കാളിത്തം ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ ഒരു സ്വാധീനം ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. ഇയാളെ അമിതമായി ഈ കുടുംബം വിശ്വസിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഇയാൾക്ക് എന്താണ് റോൾ അതും വ്യക്തമാകുന്നുണ്ടോ? ഒപ്പം ശ്രീതുവിനെ പോലീസും കൂടുതലായി ചോദ്യം ചെയ്യുന്നുണ്ടോ? രഞ്ജിത്ത്, തുടർച്ചയായ ദിവസങ്ങളിൽ ഇവരെല്ലാം തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസവും അതിന് തലേന്നും ഒക്കെ തന്നെ ഈ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. കാരണം പ്രതിയെ കിട്ടിയതുകൊണ്ട് മാത്രം ഈ അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുന്നില്ല. ഇതിന്റെ മോട്ടീവ് എന്താണെന്നറിയണം. എന്ത് സാഹചര്യത്തിലാണ് അവിടെ പറയപ്പെടുന്ന ഒരു കാര്യം, സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഒരു സെക്ഷൽ റിലേഷൻ, അതിന് തന്നിലേക്കുള്ള ശ്രദ്ധ, സഹോദരിയുടെ ശ്രദ്ധ കുറയുന്നതായി ഹരിക്ക് തോന്നുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായത്. പക്ഷേ അത് മാത്രമാണോ? എഴുത്തും വായനയും പോലും കൃത്യമായി അറിയാത്ത ഹരി ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ പോയാൽ തിരിച്ച് അതിന്റെ ബാലൻസ് കൊടുത്താൽ അതുപോലും എണ്ണി തിട്ടപ്പെടുത്താൻ അറിയാത്ത ഒരാൾ, അയാൾ എങ്ങനെയാണ് വാട്സപ്പിൽ സന്ദേശം അയക്കുന്നതെന്ന ഒരു സംശയം വന്നു. പക്ഷേ വോയിസ് ചാറ്റുകൾ ഇവർ അയച്ചിരുന്നു എന്നതാണ്. കൂടുതലും ശ്രീതുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് ഹരിക്ക് ലഭിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീതുവിന്റെ ഈ മെസ്സേജുകളെല്ലാം തന്നെ ശ്രീതുവിന്റെ ഫോണിൽ ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. പക്ഷേ പലതും ഹരിയുടെ ഫോണിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ചാറ്റുകൾ സംബന്ധിച്ച് പോലീസിന് ആദ്യം തന്നെ വിവരം ലഭിക്കുകയും പ്രതിയിലേക്ക് എത്താൻ കഴിയുകയും ചെയ്തത്. അതിനപ്പുറത്തേക്ക് വേറെ മൂന്നാമതൊരാളുടെ ഇടപെടൽ ഇതിലുണ്ടോ എന്നതാണ് സംശയിക്കപ്പെടുന്നത്. കാരണം ഇങ്ങനെ ഒരു വിവാഹം നടന്നു എന്ന് പറയുകയും ആദ്യത്തെ വിവാഹം അത് ഒഴിവാക്കിയിരുന്നില്ല, വിവാഹമോചനം നേടിയില്ല, അതിനപ്പുറത്തേക്ക് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് പോയി എന്ന് ശ്രീതു പറയുമ്പോൾ ആ വ്യക്തി ആരാണ്? ആ വ്യക്തിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇവർ തമ്മിൽ ഈ സാമ്പത്തിക ഇടപാടൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു യുവതി നടത്തിയ തട്ടിപ്പായി മാത്രം ഇതിനെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ ഇതിന് പിന്നിൽ ഉള്ളതായി കരുതുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം പുറത്തു വരണം. അതിന് ഈ ഫോൺ സംഭാഷണങ്ങൾ, ഇവരുടെ യാത്രകൾ, ഇവർ ഒരുമിച്ച് താമസിച്ച സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധിക്കണം. മറ്റേതെങ്കിലും വീട്ടിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചെങ്കിൽ ആ വീട്, ഇവർ ഉപയോഗിച്ച വാഹനം, അതിന്റെ ഡീറ്റെയിൽസ്, ഇവർ പണം വാങ്ങിയത് ആരുടെ പേര് പറഞ്ഞാണ് തുടങ്ങി നിരവധി കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രതിയെ കിട്ടിയതുകൊണ്ട് മാത്രം പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ മാന്നാറിൽ വൃദ്ധ ദമ്പതികളെ ചുട്ടുകൊന്ന സംഭവത്തിൽ പ്രതി വിജയനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുക. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു പ്രതിയെ വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സ്വത്തുതർക്ക തുടർന്നാണ് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും കൊലപ്പെടുത്തി എന്ന് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം മരിച്ച വൃദ്ധ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിയോടെ മാന്നാറിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്നലെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശരണ്യ, വലിയ നാടിനെയൊക്കെ വലുതായി ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇന്നലെ ഇയാൾ ഈ മാതാപിതാക്കളെ മർദ്ദിച്ചതിന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനിരുന്ന ഒരു ദിവസം കൂടിയാണ്.
ദീർഘനാളത്തെ ആസൂത്രണം ഉണ്ടായിരുന്നു ഈ കൊലപാതകത്തിന് എന്നും മനസ്സിലാകുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, വിജയനും മാതാപിതാക്കളുമായി ദീർഘനാളായിട്ടുള്ള ഒരു അതൃപ്തിയും അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. ആദ്യം ഈ മരണപ്പെട്ട രാഘവന്റെയും ഭാർഗവിയുടെയും ഒപ്പം ഇവർക്ക് 5 മക്കളാണ്. ഇതിൽ ഒരു മകന്റെ ഒപ്പമാണ് ഇവർ താമസിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ഇവരുമായിട്ടുള്ള ഒരു അസ്വാരസ്യത്തെ തുടർന്ന് അവർ മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഈ വിജയൻ അവിടെ എത്തി. വിജയനും താമസിക്കാനൊക്കെ വന്നു. സ്വത്ത് തർക്കം തന്നെയാണ് പ്രധാനമായും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. കാരണം സ്വത്ത് തർക്കം ഇവർക്ക് ഇത്രയും പ്രായമായി, അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ തന്റെ പേരിലേക്ക് എഴുതി നൽകണം എന്നുള്ളൊരു ആവശ്യം വിജയൻ മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഇവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ രഞ്ജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു വഴക്കിനെ തുടർന്ന് ഇവരുടെ കൈ, ഭാർഗവന്റെ കൈ വിജയന്റെ ആക്രമണത്തെ തുടർന്ന് കൈ ഒടിയുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിരന്തരം ബന്ധപ്പെടുകയും ഈ പരാതികളുമായി പോവുകയും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അത്തരത്തിലൊരു കൊലപാതകം ചെന്നിത്തലയിൽ നടന്നു എന്നുള്ളതാണ്. ഈ വിജയൻ ഈ 2 പേരെയും പുലർച്ചയോടുകൂടി വീട്ടിൽ പെട്രോൾ ഒഴിച്ച് ആ വീടിന് തീ കൊളുത്തിയാണ് വൃദ്ധ ദമ്പതികളായ 2 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ പുലർച്ചയോടുകൂടി ആ വീട്ടിൽ നിന്നും ഒരു കസേരയും എടുത്ത് പുറത്തേക്ക് പോയ ഇയാളെ പിന്നീട് പോലീസ് കണ്ടെത്തുകയും ഇയാള് പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു. നമ്മൾ ജില്ലാ പോലീസ് മേധാവിയോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇയാൾ പുറത്തേക്ക് പോയത് ആത്മഹത്യ എന്നുള്ള ലക്ഷ്യം വെച്ചായിരുന്നു. ഒരുപക്ഷെ അയാളെ പോലീസിന്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ അയാളും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തിരുന്നേ. എന്തായാലും അതിക്രൂരമായ സംഭവമാണ് ചെന്നിത്തലയിൽ ഇന്നലെ നടന്നത് എന്നുള്ളതാണ്. വിജയനെ രാവിലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് എത്തുകയും പിന്നീട് നിരന്തരം പോലീസ് ചോദ്യം ചെയ്യുകയുമായിരുന്നു. വൈകിട്ടോടുകൂടി പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ആ വീട് പൂർണ്ണമായി കത്തിപ്പോയിരുന്നു. അവിടെ എത്തി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷം പിന്നീട് ഇപ്പോൾ രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രാഥമികമായ തെളിവെടുപ്പുകൾ അടക്കം പോലീസ് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്രോൾ വാങ്ങിയ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ മദ്യം വാങ്ങാനായി പോയതിന്റെ CCTV ദൃശ്യം, മദ്യലഹരിയിലായിരുന്നു, മദ്യം വാങ്ങാനായി പോയതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി നടത്തേണ്ട തെളിവെടുപ്പ് പ്രക്രിയകൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഇന്ന് കൊണ്ടുവരിക. ഒപ്പം ഈ വൃദ്ധ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് വീട്ടിൽ നടക്കും. ശരണ്യ, ഈ വൃദ്ധ ദമ്പതികൾക്ക് ഈ മകനല്ലാതെ മറ്റു ബന്ധുക്കൾ പരിസരത്തൊക്കെ ഉള്ള അവരാണോ ഈ മൃതദേഹമൊക്കെ ഏറ്റുവാങ്ങി മറ്റ് സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്? നാട്ടുകാരും കഴിഞ്ഞ ദിവസം പ്രതിക്ക് നേരെ ആക്രോശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവരുടെയും ഒരു വലിയ പ്രതിഷേധം ആ ഭാഗത്തുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും അത്തരം പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇയാൾ നിരന്തരം വഴക്കിട്ടിരുന്ന ഒരാളായിരുന്നു എന്നുള്ള കാര്യം നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മരണം സംഭവിച്ച സമയത്ത് തന്നെ ഇയാളാകും ഇത് കൊലപാതകമാണ് എന്നുള്ള വാദം ആദ്യം ഉന്നയിക്കുന്നത് തന്നെ നാട്ടുകാരാണ്. കാരണം വെറും ഒരു തീപിടുത്തം ഉണ്ടാവില്ല, ഇന്നലെ രാത്രിയും അയാളെ അവിടെ കണ്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. പക്ഷെ അതേസമയം ഈ വീട് പൂർണ്ണമായി കത്തിക്കഴിഞ്ഞാണ്. കാരണം പുലർച്ചെയാണ് തീ വെച്ചത്. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. രാവിലെ അയൽവാസിയായ ആളാണ് ഈ വീടിന്റെ അവിടെ നിന്നും തീ പുകയും ഉയർന്നത് കണ്ട് നാട്ടുകാർ അറിയിച്ചത്. ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ഏറെക്കുറെ നാട്ടുകാർ ആ തീ അണയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. വലിയ പ്രദേശം ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ അടുത്തുണ്ട്, വേറെയും മക്കളുണ്ട്. അപ്പൊ അവരാണ് ഇന്ന് മൃതദേഹം ഏറ്റുവാങ്ങുക. അതിനുശേഷം അവിടെ തന്നെയാണ് സംസ്കാര നടപടികൾ ഉണ്ടാവുക. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ചു. കാരണം ഈ മൃതദേഹം പൂർണ്ണമായി കത്തിയ അവസ്ഥയിലായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കുറച്ച് വൈകിയാണ് നടന്നത്. അതിനുശേഷം ഇത് പൂർത്തീകരിച്ചിട്ടാണ് പിന്നീട് ഇന്നലെ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തി. ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി തന്നെ മൃതദേഹം അവർക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ സംസ്കാര നടപടി നടക്കും. ബാക്കി വേറെ മക്കളും ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ഇവര് പ്രായത്തിൻ്റെതായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ മക്കളുമായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു, പലരുമായിട്ടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് മറ്റൊരു മകൻ നിന്നിരുന്ന ആളും അത്തരത്തിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയതിനു ശേഷമാണ് പിന്നീട് ഈ വിജയൻ, ഇയാൾ വിവാഹിതരൊന്നുമല്ല, ഇയാൾ അവിടെ വന്ന് ഒറ്റയ്ക്കാണ് വിജയൻ വന്ന് ഇവരുടെ കൂടെ താമസിക്കുന്ന. അയാളുമായും നിരന്തരം തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സ്വത്ത് തർക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സ്വത്ത് തർക്കമാണ് ഇത്രയും വലിയൊരു അരുംകൊലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ദാരുണമായ സംഭവമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതെല്ലാം ഇത്തരം വാർത്തകൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അപകടങ്ങൾ ഒക്കെ വല്ലാതെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും അതീവ ദുഃഖകരമായ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് തന്നെയാണ് ന്യൂസ് 18 കടക്കുന്നത്. ചോര മണക്കുന്ന ജനുവരി. അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് ഒരു നടുക്കത്തോടെയാണ് കേരളം കേൾക്കുന്നത്. ബാലരാമപുരത്ത് കിണറ്റിലിട്ട് കൊന്ന ദേവേന്ദു എന്ന 2.5 വയസ്സുകാരി മുതൽ മഞ്ചേരി പുൽപ്പറ്റയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ട 3 മാസം പ്രായമായ ആദ്രി ദേവ് വരെയുള്ള മുഖങ്ങൾ ആർക്കും മറക്കാനാവില്ല. മലയാളിയുടെ മനസാക്ഷി മരവിച്ചോ എന്ന ചോദ്യമാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണ്ട് കേരളം ഞെട്ടിവിറയ്ക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടിനു മുകളിൽ ശാപത്തിന്റെ കരുനിഴൽ. പുരോഗമന കാഴ്ചപ്പാടുകളിൽ ഇന്ത്യക്ക് മാതൃക എന്നൂറ്റം കൊണ്ട സംസ്ഥാനം മനോനില തെറ്റിയ കുറ്റവാളികളുടെ കേളിഗ്രഹമായി മാറിയെന്ന് ഒരമ്പരപ്പോടെയെങ്കിലും നാം തിരിച്ചറിയുന്നു. പുതുവത്സരം പിറക്കുന്ന ആഘോഷത്തിന്റെ മനോഹര നിമിഷത്തിലും കേരളത്തിൽ ഒരു കൊലപാതകം നടക്കുകയായിരുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പുതുവത്സരം ആഘോഷിക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികൾ 30-കാരനെ കുത്തിക്കൊന്നു. മുള്ളൂർക്കരയിൽ ന്യൂ ഇയർ ആശംസിക്കാത്ത സുഹൃത്തായ യുവാവിനെ കാപ്പ കേസ് പ്രതി 24 തവണ കുത്തി. പത്തനംതിട്ടയിൽ 13 വയസ്സ് മുതൽ താൻ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തിയ 18-കാരി പറഞ്ഞത് 64 പേരുകൾ. ഒരു പെൺകുട്ടിയെ ഇത്രയധികം പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന സംഭവം അപൂർവം. പക്ഷേ അതും കേരളത്തിൽ നടക്കുന്നു. ചേന്നമംഗലം കൂട്ടക്കൊലയിൽ പശ്ചാത്താപമില്ലെന്നാണ് പ്രതി ഋതു ജയൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അയൽവാസികളായ 3 പേരെ കൊന്ന ശേഷം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 4-മത്തെയാൾ മരിക്കാത്തതിലാണ് പ്രയാസമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വൈക്കത്ത് ഹണി ട്രാപ്പിൽ വൈദികനെ കുടുക്കിയ യുവതിയും സുഹൃത്തും പലപ്പോഴായി തട്ടിയത് 41 ലക്ഷം രൂപ. തലശ്ശേരിയിൽ ജനിപ്പിച്ച കുറ്റത്തിന് അമ്മയ്ക്ക് മകൻ നൽകിയ ശിക്ഷ മരണം. കഠിനംകുളത്ത് പൂജാരിയുടെ ഭാര്യയെ സുഹൃത്ത് ജോൺസൺ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കത്തികുത്തിയിറക്കി. നെന്മാറയിലെ കൊലയാളി ചെന്താമര വിശ്വസിക്കുന്നത് താൻ ഒരു കടുവയാണെന്നാണ്. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയെ കാമുകൻ ചുറ്റിക കൊണ്ടടിച്ചു കൊന്നത് ഇഞ്ചിഞ്ചായി. അതിനിടയിലും ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു. ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധരെ വരെ കൊല്ലാൻ മടിയില്ലാത്ത നാടായി മലയാളക്കര മാറിക്കഴിഞ്ഞു. നീതിബോധമില്ലാത്ത, നിയമ സംവിധാനത്തെ ബഹുമാനിക്കാത്ത ഹീനനീച നികൃഷ്ട ജന്മങ്ങളായി മാവേലി നാട്ടിലെ മക്കൾ പരിണമിച്ചത് ആശ്ചര്യമെങ്കിലും സത്യം. കേരളത്തെ വീണ്ടെടുക്കാൻ, മനസാക്ഷിയെ തിരിച്ചുപിടിക്കാൻ മഹാ അവതാര പിറവിക്ക് കാത്തുനിൽക്കുകയോ ഈ നാട്? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിൽ ഞെട്ടിച്ച കൊടും ക്രൂരതകളുടെ കാര്യകാരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ന്യൂസ് 18. നമ്മുടെ നാട് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ നാടാകരുത്. മനസ്സുകളെ ക്രൂരതകളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. നമ്മൾ ഒന്നായി അതിനായി മുന്നിട്ടിറങ്ങണം. ന്യൂസ് 18 ലൈവത്തോൺ കാണാം. ഇന്ന് രാവിലെ 10 മുതൽ ചോര മണക്കുന്ന ജനുവരി. നമുക്കിനി ഡൽഹി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകണം. അവസാന ലാപ്പിൽ ആം ആദ്മിക്ക് തിരിച്ചടി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ വോട്ടുറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ. ആദായ നികുതി ഇളവ് ഡൽഹിയിൽ പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയിലാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രിയും തൃണമൂൽ MP ശത്രുഘ്നൻ സിൻഹയും ആം ആദ്മി പാർട്ടിക്കായി പ്രചാരണ രംഗത്തുണ്ട്. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാകേഷ്, ഏറ്റവും ഒടുവിൽ വന്ന വിവരം ആം ആദ്മി പാർട്ടിക്കുണ്ടായ തിരിച്ചടി എന്ന് പറയുന്നത് 8 MLA-മാരുടെ രാജിയും തുടർന്നവർ BJP-യിൽ ചേർന്നതും മറ്റുമാണ്. അതെങ്ങനെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? സീറ്റ് നിഷേധിക്കപ്പെട്ടവരാണല്ലോ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. രഞ്ജിത്ത്, ഏതായാലും പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതായാലും കേന്ദ്ര ബജറ്റിൽ ഡൽഹിക്ക് പ്രത്യേകിച്ച് മധ്യവർഗം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഡൽഹി. മധ്യവർഗ ശമ്പളക്കാരായ ആളുകളുള്ള സ്ഥലമാണ് ഡൽഹി. അപ്പോൾ അതെങ്ങനെ സ്വാധീനിക്കും, പ്രതിഫലിക്കും എന്നുള്ളതൊക്കെ നിർണായകമാണ്.
ഏതായാലും BJP വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ ബജറ്റിൽ ഒക്കെ തന്നെ. കാരണം BJPക്ക് മധ്യ വർഗ വോട്ടുകൾ ഉണ്ടായാൽ മാത്രമേ BJPക്ക് ഇവിടെ ജയം സാധ്യമാകൂ. അപ്പോൾ മധ്യവർഗത്തെ ഒപ്പം നിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ BJP പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും 40% മധ്യവർഗ വോട്ടുകൾ ഡൽഹിയിലുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം നിരാശയായിരുന്നു ബജറ്റ് എന്നാണ് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചിട്ടുള്ളത്. കാരണം കേജ്രിവാൾ നേരത്തെ തന്നെ 7 ആവശ്യങ്ങൾ ഉന്നയിച്ച് ബജറ്റിന് മുൻപായി നിർമ്മല സീതാരാമന് കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. ഈ കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം ആദായ നികുതിയുടെ പരിധി ഉയർത്തണം എന്നുള്ളതായിരുന്നു. അതായത് 10 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ആദായ നികുതി നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം കേജ്രിവാൾ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ അത് 12 ലക്ഷമാക്കിയാണ് ഇപ്പോൾ കേന്ദ്രം ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ കേജ്രിവാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. തീർച്ചയായും അത് ഡൽഹി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കേജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലം, അത് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഏറെയുള്ള മണ്ഡലങ്ങളാണ്. പരമ്പരാഗത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ കേജ്രിവാളിനെ വോട്ട് ചെയ്തതുമാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ വോട്ടുകൾ ഇത്തവണ BJPക്ക് കിട്ടുമോ എന്നുള്ളത് നിർണായകമാണ്. കേജ്രിവാൾ ഈ മധ്യവർഗ വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ ആദ്യം അധികാരത്തിലൊക്കെ വരുന്നത്. കാരണം അണ്ണാ ഹസാരയുടെ സമരത്തിലൂടെയാണ് കേജ്രിവാൾ പിന്നീട് രാഷ്ട്രീയത്തിൽ വരുന്നത്. പിന്നീട് കേജ്രിവാൾ അടിസ്ഥാന വർഗത്തിന്റെ വോട്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ ഭരണം ഉറപ്പിച്ചത്. അപ്പോൾ ഡൽഹിയിൽ ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ BJPക്ക് ഈ മധ്യവർഗം ഒപ്പം നിന്ന് തീരൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും ഡൽഹിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തരുത് എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും മധ്യവർഗ വോട്ടുകൾ നിർണായകമായ ഡൽഹിയിൽ ഏതായാലും ഈ ആദായ നികുതി ഇളവ് അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ഈ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെ MLA-മാരുടെ രാജിയൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. 8 MLA-മാരാണ് രാജിവെച്ചത്. അവർ ഏതായാലും സീറ്റ് നിഷേധിക്കപ്പെട്ടവരാണ്. ആം ആദ്മി പാർട്ടി അവരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം ജനങ്ങൾക്കൊട്ടും സ്വീകാര്യമല്ലാത്ത ആളുകളായിരുന്നു. ജനങ്ങൾക്ക് അവരെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കൂടി കണക്കെടുത്താണ് സർവേയുടെ അടിസ്ഥാനത്തിലാണ് അവരെ ഒഴിവാക്കിയത് എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞത്. പക്ഷേ അവർ BJP ഏതായാലും ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇത് വോട്ടർമാർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഡൽഹിയിൽ പോരാട്ടം കടുക്കുകയാണ്. നരേന്ദ്രമോദി ഇന്ന് പ്രചാരണ രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം 2 റാലികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. 29-ാം തീയതി 31-ാം തീയതി ഇന്നും റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം കേജ്രിവാളിനെതിരെ അദ്ദേഹം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് യമുന അടക്കമുള്ള വിഷയങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം പഞ്ചാബി വോട്ടർമാർ ഡൽഹിയിൽ നിർണായകമാണ്. പഞ്ചാബ് ക്യാബിനറ്റ് ഒന്നടങ്കം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ബീഹാറിൽ നിന്നുള്ള പൂർവാഞ്ചൽ വോട്ടുകൾ ചില പോക്കറ്റുകളിലെങ്കിലും ഡൽഹിയിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ നിന്നുള്ള ശത്രുഘ്ൻ സിൻഹയൊക്കെ ഇറക്കിക്കൊണ്ട് വലിയ പോരാട്ടത്തിന് ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരമാവധി വോട്ടുകൾ ഏത് വഴിയും സമാഹരിച്ച് ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ MP ആണ്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പോരാട്ടം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഭരണം നിലനിർത്താൻ നടത്തുന്നുണ്ട്. ഒപ്പം BJP വലിയ തിരിച്ചുവരവിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസും അവരുടെ പോക്കറ്റിൽ ആധിപത്യം ഉറപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2015-ഉം 2023-ഉം ഒക്കെ തന്നെ കോൺഗ്രസ് സീറ്റുകളൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഇത്തവണ പ്രതീക്ഷ വെക്കുന്ന ചില സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. രഞ്ജിത്ത്, ഈ കനത്ത മൂടൽമഞ്ഞുണ്ട് ഡൽഹിയിലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. റോഡ്, റെയിൽ, വിമാന ഗതാഗതത്തെ മഞ്ഞ് കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തണുപ്പ് ശക്തമാകുന്ന പശ്ചാത്തലമുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ദിവസമായി ഏതായാലും മൂടൽമഞ്ഞ് പ്രകടമാണ്. കാരണം ശക്തമായ മൂടൽമഞ്ഞ് ഇന്നലെയും ഇന്നും ഒക്കെ തന്നെ ഉണ്ട്. കാഴ്ചപരിധി ഏതാണ്ട് 50 മീറ്ററിന് താഴെയാണ്. ഈ 7 മണി നേരത്തെ ഏതായാലും 50 മീറ്ററിന് താഴെയാണ് കാഴ്ചപരിധി. മാത്രവുമല്ല ശക്തമായ കാറ്റ് വീശുന്നു. അപ്പോൾ തണുപ്പ് കൂടാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും ആ സൂചന തന്നെ നൽകിയിട്ടുണ്ട്. കാരണം തണുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കനത്ത മൂടൽമഞ്ഞുണ്ട്. ഇന്നലെ തന്നെ അത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടുത്ത 2 ദിവസങ്ങളിലും ഈ ഒരു സാഹചര്യം തുടരും എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യെല്ലോ അലർട്ട് ഡൽഹിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല വായു ഗുണനിലവാര സൂചിയും വളരെ മോശമായി തന്നെ തുടരുകയാണ്. ഏതാണ്ട് പലയിടത്തും വളരെ മോശം എന്നാണ് ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യമാണ് ഏതായാലും നിലവിൽ ഡൽഹിയിലുള്ളത്. പക്ഷേ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത് മൂടൽമഞ്ഞും ഉണ്ട്. പക്ഷേ നിലവിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ഫ്ലൈറ്റുകൾ വൈകുകയൊന്നും ചെയ്തിട്ടില്ല എന്നൊരു അറിയിപ്പ് ഇപ്പോൾ വിമാനത്താവള അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റെയിൽവേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില ട്രെയിനുകളെങ്കിലും വൈകിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അതാണ് ഡൽഹിയിലെ സാഹചര്യം. തെരഞ്ഞെടുപ്പിന്റെ വലിയ ഒരു ഒരുക്കമുണ്ട് അവിടെ. ഒപ്പമാണ് ഈ മൂടൽമഞ്ഞ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഡൽഹിയെ കാര്യമായി തന്നെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
ഒടുവിലിതാ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് അവൻ്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിലേക്കുള്ള സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നു. 12 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു ആദായ നികുതി സ്ലാബ്. അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ വരുമാനം നേടുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല. കണക്കാക്കുമ്പോൾ മാസം 1 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു വ്യക്തിഗത ടാക്സ് എന്നത്. വ്യക്തിഗത പരിധി ആണ് ഇപ്പോൾ അത് 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി. ഒരു പക്ഷേ സാമ്പത്തിക നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തിയിരുന്നത് 10 ലക്ഷം രൂപ വരെ ഉയർന്നേക്കാം, അതിനപ്പുറത്തേക്ക് കടക്കില്ല എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അതാണിപ്പോൾ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം എന്ന് തന്നെ പറയാം. 12 ലക്ഷം രൂപ വരെ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ള വ്യക്തികൾക്ക് ഇനി നികുതി അടയ്ക്കേണ്ടതില്ല എന്ന സുപ്രധാന പ്രഖ്യാപനം തന്നെയാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ അവസാനം ഉണ്ടായിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും ഇത് തന്നെയാണ്. സാമ്പത്തിക നിരീക്ഷകരെ പോലും ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം, ഇത്തരത്തിൽ സാധാരണക്കാരന് അനുകൂലമാകുന്ന ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടാകില്ല എന്ന് പൊതുവെ നിരീക്ഷിച്ചിരുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോഴത്തെ ഈ ബജറ്റ് അവതരണത്തിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഭാഗങ്ങളിൽ ഒന്നും തന്നെ ജനങ്ങൾക്ക് അധിക ബാധ്യതയാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ബജറ്റിൻ്റെ പൂർണ്ണ രൂപം ലഭിക്കും. അപ്പോഴായിരിക്കും ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായിട്ടല്ല എങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും ജനങ്ങൾക്ക് ഭാരമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. പക്ഷേ ബജറ്റ് അവതരണം ഏതാണ്ട് 1.5 മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടു നിന്ന ബജറ്റ് അവതരണമാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയതും നിർമ്മലാ സീതാരാമൻ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ ബജറ്റ് പ്രസംഗം ഏതാണ്ട് 1 മണിക്കൂർ 17 മിനിറ്റ് 18 മിനിറ്റ് അത്രമാത്രമാണ് നീണ്ടു നിന്നത്. ആ ബജറ്റ് പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി മാറിയിട്ടുള്ളത് ആദായ നികുതിയിൽ വന്നിട്ടുള്ള വമ്പൻ മാറ്റം തന്നെയാണ്. ആദായ നികുതി സ്ലാബ് 12 ലക്ഷം രൂപ ആക്കി ഉയർത്തിയിരിക്കുന്നു. ഇടത്തരക്കാരായ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാരിലേക്ക് നികുതിയായി അടയ്ക്കേണ്ട തുക ഇനി മുതൽ സാധാരണക്കാരൻ രാവിലെ തുടർന്നു. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാരാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മുഖ്യമന്ത്രി ആരാകണമെന്നത് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇടത് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ഇരു നേതാക്കളുടെയും ഇടപെടൽ അനിവാര്യമാണെന്നും സുധാകരൻ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും, ഇവരിൽ കെ സുധാകരന് ഏറ്റവും താല്പര്യം ആരോട്? രണ്ടുപേരോടും പൊളിറ്റിക്കൽ ഇന്റിമസി പ്രതിപക്ഷ നേതാവോട് എനിക്ക് പൊളിറ്റിക്കൽ ഇന്റിമസി ഇല്ലാതിരിക്കുമോ? രമേശ് ചെന്നിത്തലയുടെ എനിക്കങ്ങനെ അദ്ദേഹത്തോട് ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് അവസരത്തിലും അനവസരത്തിലുമൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരാകണമെന്ന് അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്? അതങ്ങനെ ഇന്ന് ഉണ്ടെങ്കിൽ തന്നെ അത് ഇപ്പം പറയുന്നത് ശരിയല്ല. ഇതൊരു യഥാർത്ഥ ടൈമല്ല, പറയേണ്ട ഒരു സമയമല്ല. അതിൻ്റെ സമയമാകുമ്പോൾ ഞാനത് പറയും. KSU പ്രവർത്തകർക്കെതിരായ ആക്രമണം തുടർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു. താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് തന്നെ അവരെ സംരക്ഷിക്കാനാണ്. സംയമനത്തിന്റെ പാതയിൽ പ്രശ്നം ശാന്തമാകുന്നില്ലെങ്കിൽ പിന്നെ പ്രതിരോധിക്കുക മാത്രമാണ് ഏകമാർഗം എന്നും സുധാകരൻ പ്രതികരിച്ചു. കേസിൽ പ്രതികളാകുന്നവരെ നിർദാക്ഷിണ്യം തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ് നേതൃത്വത്തിലുള്ളവർ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. പക്ഷേ താങ്കൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിനു ശേഷം വിവാദമായ പല കേസുകളിലും KSU പ്രവർത്തകരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ താങ്കൾ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. എൻ്റെ അണികളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് നേതാവ്, ഞാൻ എന്ത് KPCC പ്രസിഡന്റ്? എൻ്റെ പാർട്ടി അണികളെ പരസ്യമായി മർദ്ദിച്ച്, ക്രൂരമായി മർദ്ദിച്ച്, വെട്ടിയും കുത്തിയും ആശുപത്രി കിടത്തുമ്പോൾ ഞാൻ നോക്കി നിൽക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുമെന്ന് പ്രചാരണം നടത്തിയവരോട് ഫോണിൽ വിളിച്ച്
ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചുവെന്ന് കെ സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാകും അന്തിമ തീരുമാനമെടുക്കുക എന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. പുനഃസംഘടന വൈകാതെ പൂർത്തിയാകുമെന്നും സുധാകരൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. താങ്കളെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് CPM-ന്റെയോ BJP-യുടെയോ ഒന്നും ലക്ഷ്യമല്ല. ഒന്നെങ്കിൽ താങ്കൾക്കൊപ്പമുള്ള ചിലർ, അല്ലെങ്കിൽ താങ്കളുടെ എതിർചേരിയുള്ള ചിലർ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം പറയുന്നതിനും ജനങ്ങൾ അറിയുന്നതിനും എന്താ കുഴപ്പം? ആരും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ആരും കേട്ടില്ല, ആരോടും കേൾക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു അപഖ്യാതി പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ തോന്നുന്നു. ഞാൻ പലപ്പോഴും ഈ തെറ്റായ രീതിയിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം തെറ്റായ രീതിയിൽ അത് കൊണ്ടുപോകുന്ന മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട്, എന്ത് കിട്ടി അതുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നിരവധി വലിയ പത്രമാധ്യമങ്ങളെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ഇങ്ങനെ എനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് എന്ത് കിട്ടി നിങ്ങൾക്ക്, എന്ത് നേട്ടം കിട്ടിയ നിങ്ങൾക്ക്? ഞാൻ ചെറിയ കുട്ടിപ്രായം മുതൽ നിങ്ങളുടെ പത്രം ചെറുകയിലെടുത്ത് നടക്കുന്ന ഒരാളാണ്. എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വല്ലതും ലഭിച്ചോ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിയമസഭയിൽ താങ്കൾക്ക് ഇനിയും വരണം എന്നൊരു മനസ്സിലെ ആഗ്രഹം അങ്ങനെ ശേഷിക്കുന്നു? മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷം അങ്ങനെയൊന്നുമില്ല. പാർട്ടി പറഞ്ഞാൽ അവിടെ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാൻ, ഇത് സുധാകരൻ പലവിധ കാര്യങ്ങൾ അദ്ദേഹം നമുക്കറിയാം പൊതിഞ്ഞാണ് പറയുന്നത് എങ്കിൽ പോലും കൃത്യമായി തന്നെ അദ്ദേഹം ഒരു സന്ദേശം നൽകുന്നത് അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ച ആളുകളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ആരൊക്കെയാണ് തൻ്റെ പാർട്ടിയിലെ എതിരാളികൾ, തന്നെ മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ എന്നൊക്കെ. അങ്ങനെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയല്ലേ സുധാകരൻ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം AICC നേതൃത്വത്തിന്റെ കർശനമായ നിർദ്ദേശം സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നിലനിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമുക്ക് ഏറെ ഇടവേളകൾക്ക് ശേഷം ഇങ്ങനെയൊരു അഭിമുഖം നൽകിയിരിക്കുന്നത്. സമീപകാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുയർന്ന എല്ലാ വിവാദങ്ങളെക്കുറിച്ചും നമ്മൾ വ്യക്തമായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കൃത്യമായി ഈ വിവാദങ്ങളിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എങ്കിലും അതിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി പ്രതികരണങ്ങൾ കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഈ അഭിമുഖത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചകൾ അടിസ്ഥാനരഹിതമാണ്, അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് സംഘടിതമായി നടത്തിയ നീക്കമാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മാത്രവുമല്ല ആ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ഫോണിൽ വിളിച്ച് എന്തായിരുന്നു ഉദ്ദേശമെന്ന് താൻ ചോദിച്ചെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അവർ രണ്ടുപേരെയും വ്യക്തിപരമായി അടുപ്പമുള്ളവരാണ്. പക്ഷേ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യം ഇപ്പോൾ അല്ല ചർച്ച ചെയ്യേണ്ടത്, അതിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. ആ അവസരത്തിൽ തന്റെ നിലപാട്, തന്റെ പിന്തുണ ആർക്കാണെന്നുള്ള കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം പുനഃസംഘടന അടിയന്തരമായി തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും കെ സുധാകരൻ നമ്മളോട് പറയുന്നുണ്ട്. ഇതടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഇടത് രാഷ്ട്രീയത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ കൂടി കെ സുധാകരൻ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ശരി ഡാൻ കുര്യൻ, ഇന്ന് കെ സുധാകരനുമായുള്ള അഭിമുഖം രാത്രി കാണാം. 9 മണിക്കാണ്. ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനാണ് അദ്ദേഹവുമായി അഭിമുഖം നടത്തിയത്. മറ്റു വാർത്തയിലേക്ക്. പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ C. കൃഷ്ണകുമാറിന് താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് പ്രശാന്ത് ശിവൻ. വ്യക്തിപരമായി താല്പര്യമില്ലാതിരുന്നിട്ടും BJP കേന്ദ്ര ഘടകം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് എന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്നും മറിച്ചുള്ള വിവാദങ്ങൾ വെറും അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ന്യൂസ് 18 Q18 പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പല BJP നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രസ്താവന നടത്തിയതാണല്ലോ, അതിലൊരു കഴമ്പുമില്ല എന്ന് പ്രശാന്ത് വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന BJPയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. BJPയുടെ കേന്ദ്ര ഘടകത്തിന് ഒരു വീഴ്ച ഒരിക്കലും സംഭവിക്കില്ല. ഇവിടെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പല ആളുകളോടും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു.
പല മാനദണ്ഡങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളത്. പിന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കുവാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അദ്ദേഹം അത് അനുസരിച്ചു. പാർട്ടി തീരുമാനപ്രകാരം അദ്ദേഹം മത്സരിക്കുവാൻ തയ്യാറായി. പിന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് BJPയുടെ ദേശീയ ഘടകം വളരെ വ്യക്തമായി തന്നെ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഇതേ സ്ഥാനാർത്ഥി 2000 ആദ്യമായി മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം മത്സരിക്കുന്ന വാർഡ് CPMന്റെ കോട്ടയായിരുന്നു. CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന വാർഡാണ്. അതുപോലെ തന്നെ മുൻ MP ആയിരുന്ന NN കൃഷ്ണദാസിന്റെ വാർഡായിരുന്നു. അവിടെ മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ള ആളാണ്. 2016 മലമ്പുഴയിലെ VS അച്യുതാനന്ദനെതിരെ പോയി മത്സരിച്ച് 10,000 താഴെ ഉണ്ടായിരുന്ന 5,000-നടുത്ത് വോട്ടുണ്ടായിരുന്ന BJPയുടെ വോട്ട് ഷെയർ 50,000-നടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തന മികവല്ലേ. ഇപ്പൊ ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് അത് മാത്രം വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. പ്രശാന്ത് ശിവനുമായി അപർണ കുറുപ്പ് നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം രാവിലെ 8:30 കാണാം. നമുക്ക് അവസാന ലാപ്പിൽ ആം ആദ്മിക്ക് തിരിച്ചടി. ഡൽഹി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ആം ആദ്മി പാർട്ടിയുടെ 3 മുൻനിര വിക്കറ്റുകൾ വീഴ്ത്തുമെന്ന് കൽക്കാജി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷയുമായ അൽക്ക ലാംബ ന്യൂസ് 18 പറഞ്ഞു. കെജ്രിവാളും മനീഷ് സിസോദിയും പരാജയപ്പെടും. കാൽക്കാജിയിൽ അതിഷിയെ താൻ അട്ടിമറിക്കും. പരാജയപ്പെട്ട ജനപ്രതിനിധിയാണ് അതിഷി. ഡൽഹിയിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്നും അൽക്ക ലാംബ ന്യൂസ് 18 പറഞ്ഞു. കൽക്കാജി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി അതിഷിയെ നേരിടുന്നത് മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബയാണ്. I'm 100% confident about the victory of Congress in Delhi, and Alka is going to become Kalkaji's MLA. I'm 100% confident because I'm fighting this election on the basis of the issues which really concern, with the people. Like they are not getting clean water, drinking water, which is the basic need of the people of Kalkaji and Delhi. They are not getting a clean air to breathe. This became again a crime capital. Arvind Kejriwal, liquor scam, they dragged Delhi into, bad shape and position that this time people really want a change. They are not seeing any development in the last 10 years in the rule of BJP and Aam Aadmi Party. Now people are remembering Sheila Dikshit's tenure of 15 years. She made Delhi, she brought metro, flyovers and green Delhi. But in last 2 elections, Congress failed to secure a single seat. When Rahulji started the Bharat Jodo Yatra, Bharat Jodo Nyaya Yatra, before that, people were not thinking that Congress will do a comeback. And BJP was giving a slogan of Ab ki baar 400 they will cross. They didn't get even a full majority, and Congress got 100 seats in the Lok Sabha. So same like people were not like Kejriwal having not even a single vote, no supporter, no voter, and no MLA, no MP in 2013. Now he is in the power. Definitely Congress will also do a comeback, and we will start from zero and will reach where the Kejriwal is today, and he's coming down. You were an MLA from Chandni Chowk. Yeah. Why did you change one? I didn't change, but my party want me to contest from Kalkaji. My first election was from Moti Nagar. Second was Chandni Chowk. Third from Kalkaji, because I brought up in Delhi. I have no personal, any enmity or anything against Biduri or Atishi Marlina. I'm fighting on the basis of this developmental issue. Atishi Marlina is a failed public representative. She was she's MLA, she became a minister, she became chief minister, but Arvind Kejriwal told she's a temporary because he knows that she didn't do well in her constituency. BJP candidate Ramesh Biduri made some statement against Adishi and Priyanka Gandhi. What's your take on it? He insulted the women, and people in Kalkaji didn't accept this insult of women. They came out, they raised up their voice, and that's how the BJP came into pressure and forced Biduri to ask for apologies, and he did. Yamuna is also a whole issue in Delhi, and Kejriwal made some allegations against Haryana government. What's your... Nobody is putting the poison in the Yamuna. It's you, Kejriwal. In the last 10 years, you and BJP both have to work together to clean the Yamuna, and you both were failed. ഡൽഹിയിൽ കോൺഗ്രസ് അത്ഭുതം കാട്ടും. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും അതിഷിയും പരാജയപ്പെടുമെന്ന പ്രതീക്ഷയാണ് മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ കൂടിയായ അൽക്ക ലാംബ പങ്കുവയ്ക്കുന്നത്. KP ദിനേശിനൊപ്പം കൽക്കാജിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. അങ്ങനെ ഡൽഹി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തുടരുകയാണ്. നമുക്കിനി
അമേരിക്കയുമായി ബന്ധപ്പെട്ട ട്രംപുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി പോകണം. ചൈന, മെക്സിക്കോ, കാനഡ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കോ, കാനഡ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തി. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ നടപ്പിലാക്കി. കടുത്ത നടപടിക്കെതിരെ കാനഡ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം തിരികെ നികുതി ചുമത്താൻ മെക്സിക്കൻ പ്രസിഡന്റ് നിർദ്ദേശവും നൽകി. നികുതി യുദ്ധം ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി മന്ത്രാലയത്തിന്റെ പ്രതികരണം. സജിബോൻ ആന്റണി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീ സജിബോൻ ആന്റണി, ഇതിപ്പോൾ ട്രംപ് തന്റെ പരിഷ്കാരങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കുകയാണ്. പക്ഷേ മറ്റു പല ലോകരാജ്യങ്ങൾക്കും ഇതിനോട് കടുത്ത എതിർപ്പുമുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുതിയ നടപടികൾ? അതിനോടുള്ള പ്രതികരണം എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, ട്രംപ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏത് ആംഗിളിലാണ് പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്തത് ആ ഒരു അർത്ഥത്തിലാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ പോളിസികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവരും ഒരേ ആംഗിളിൽ ആശങ്കയോടെ നോക്കിക്കണ്ടത് ഇതായിരുന്നു. ഒരു തീരുവ യുദ്ധം അമേരിക്കയുടെ നൈബറിംഗ് കൺട്രീസായ മെക്സിക്കോ, കാനഡയുമായിട്ടും, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒപ്പാണന്റായ ചൈനയുമായിട്ടോ, അല്ലെങ്കിൽ അമേരിക്കയുടെ സുഹൃത്ത് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയുമായിട്ടോ ഉണ്ടാവുകയോ എന്നുള്ളതായിരുന്നു എല്ലാ വൃത്തങ്ങളും ഒന്നടങ്കം നോക്കിക്കണ്ടത്. എന്നാൽ ഇന്ന് അത് പ്രാവർത്തികമായിരിക്കുകയാണ്. ട്രംപ് എന്താണോ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് അതേ പേജിലാണ്, അതേ ആംഗിളിലാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു തീരുവ സിഗ്നേച്ചർ വന്നിരിക്കുന്നത്. വളരെയധികം ട്രേഡിൽ ഉള്ളവർക്ക് വളരെയധികം ആശങ്കയുണ്ട്. ഇത് പല ഇക്കണോമിസ്റ്റും പ്രെഡിക്റ്റ് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ഇത് പ്രതികൂലമായി ബാധിക്കും ഒരു അർത്ഥത്തിൽ എന്നാണ്. എന്നാൽ പോലും ട്രംപിന്റെ അഡ്വൈസേഴ്സും ഈ ഒരു ഡിസിഷനിലേക്ക് മുന്നിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇന്നത്തോടു കൂടി 25% അഡീഷണൽ തീരുവ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും വരുന്ന പ്രൊഡക്ട്സിനും വരുന്ന ഒരു വിശേഷമാണ് കാണുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയിൽ വരുന്ന ഒരു 80% വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മെക്സിക്കോയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇത് ഡയറക്റ്റ് അമേരിക്കൻ ജനതയെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് എല്ലാ ഇക്കണോമിസ്റ്റും പറയുന്നത്. എങ്കിൽ പോലും അമേരിക്ക ഫസ്റ്റ് എന്നുള്ള മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായുള്ള ട്രംപ് പോളിസികൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ കാണുന്നത്. തുടക്കത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ഭീഷണിയായിട്ട് എടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇനി ഒരു മുന്നേക്ക് പോകുമ്പോൾ ഒരു നെഗോഷിയേഷന്റെ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ടാണ് എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇവിടെ അത് യാഥാർത്ഥ്യമാവുകയാണ്. മെക്സിക്കോയോടൊപ്പം കാനഡിയൻ റിലേഷൻഷിപ്പ്, അതായത് അമേരിക്ക ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് അനുസരിച്ചിട്ട് മെക്സിക്കോയെ കാണുന്ന അതേ തലത്തിൽ തന്നെ കാനഡയും കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആ ഒരു ഇതില് കനഡിയൻസ് ഒന്നടങ്കം അപ്സെറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഇവിടെ നിന്നുള്ള 2 പ്രൊഡിക്ഷൻസ് വരുന്നുണ്ട്. ഒരു പ്രൊഡിക്ഷൻസ് ഇതാണ്, മെക്സിക്കോയുടെ ഇക്കണോമിയും കാനഡിയൻ ഇക്കണോമിയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ആ മാർക്കറ്റുകൾ ഒരു പരിധി വരെ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. എന്നാൽ അതേസമയം അമേരിക്കൻ ഉപഭോക്താക്കള് ഈ ഒരു വരുന്ന 25% അഡീഷണൽ തീരുവ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പച്ചക്കറിക്കും അവരുടെ ഫ്രൂട്ട്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ആശങ്കയാണ് അമേരിക്കയിലുടനീളമുള്ളത്. അതോടൊപ്പം അടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഏത് രാജ്യങ്ങളുമായിട്ടുള്ള നെഗോഷിയേഷനാണ് ട്രംപ് പറയുന്നത് ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് പറയുന്നത്. ഏകദേശം 300 ബില്യനാണ് അമേരിക്ക അങ്ങോട്ടേക്ക് കൊടുക്കുന്നതെങ്കിൽ ട്രേഡ് ഇങ്ങോട്ടേക്ക് 400 ബില്യനാണ്. അപ്പം ആ ഒരു 100 ബില്യന്റെ ഡെഫിഷ്യൻസ് ഉണ്ട്. അതിന് ലിവറേജ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേക ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കാനഡക്കാര് ഒരു പരിധിവരെ ലീഡ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഉറച്ചു നിന്നത്. ലാസ്റ്റ് മൊമെന്റ് വരെ വൈറ്റ് ഹൗസും അതോടൊപ്പം കനേഡിയൻ ഭരണകൂടവും മെക്സിക്കൻ ഭരണകൂടവുമായിട്ട് വളരെയധികം ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ചർച്ചകളൊന്നും ഫലവത്ത് കണ്ടില്ല. ട്രംപ് ഏത് ഡയറക്ഷനിലാണ് ഉദ്ദേശിച്ചത് അതേ ഡയറക്ഷനിലേക്കാണ് അദ്ദേഹത്തിന്റെ പോളിസികൾ പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിന്റെ പല വൃത്തങ്ങളും ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മേ ബി ഇവിടെ നിന്നുള്ള ഓയിൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ അഡീഷണൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഓയില് കുറെ അധികം ഇങ്ങോട്ട് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഒരു സാധനങ്ങളുടെ വിലയോടൊപ്പം ഇന്ധനത്തിന്റെ വിലയും കൂടെ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ തിരിച്ച് സ്പൈക്ക് ചെയ്യും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ അതും ട്രംപ് മാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഇക്കണോമിക് പോളിസിയിൽ അധിഷ്ഠിതമായിട്ട് ട്രംപിന്റെ ഒരു ആശയം പറയുന്നത് അമേരിക്ക പറയുന്ന ആ ഒരു ആംഗിളിൽ മറ്റു രാജ്യങ്ങൾ വന്നില്ലെങ്കിൽ അവർക്ക് പ്രതികൂലമായിട്ടുള്ള തീരുവ ഒരു പണിഷ്മെന്റ് ആയിട്ട്
ഒരു പണിഷ്മെന്റ് സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ചിന്ത പോകുന്നത്. അപ്പൊ അതിലധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുമാത്രം വിലക്കയറ്റം അമേരിക്കൻ ജനതയെ ബാധിക്കും, അതോ കനേഡിയൻ ഇക്കണോമി അല്ലെങ്കിൽ മെക്സിക്കൻ ഇക്കണോമിയെ എന്തുമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളത് നമ്മൾക്ക് ഇനിയും നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു പോളിസി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ആശങ്കപ്പെട്ടതുപോലെ തന്നെ, ചിന്തിച്ചതുപോലെ തന്നെ, പല മീറ്റിങ്ങുകളിലും ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ആ ഒരു ആംഗിളിലാണ് ട്രംപ് ഫസ്റ്റ്, അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു പോളിസിയിലാണ് ഇപ്പം മുന്നേക്ക് പോകുന്നത്. സജിമോൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ന്യൂസ് 18 സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകണം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വിശേഷ അവസരങ്ങൾ പങ്കുവെക്കാൻ ന്യൂസ് 18 സ്ക്രീനിലൂടെ പങ്കുവെക്കാനുള്ള അവസരമാണ്. ആദ്യം കൊല്ലം മണ്ണൂരിലെ റോബിൻ അപർണ ദമ്പതികളുടെ 1ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ഇരുവർക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. നല്ലൊരു വർഷവും നല്ലൊരു വിവാഹ ജീവിതവും നേരുന്നു. പാലക്കാട് കോട്ടായി ചേന്നങ്ങാട് സ്വദേശിയായ സൈനിക ഓഫീസർ TV സുരേഷ് കുമാറിന്റെ പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി P കൃഷ്ണദാസ്, ദീപ്തി, സൂര്യ, സൂരജ്, ദേവകുട്ടിയമ്മ, പുഷ്കല, അംബിക എന്നിവർ ആശംസ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18ലൂടെ അവർ സുരേഷ് കുമാറിന് ആശംസ നേരുന്നു. ന്യൂസ് 18ന്റെയും ആശംസകൾ സുരേഷ് കുമാർ. തൃശൂർ മുണ്ടൂർ പെരിങ്ങന്നൂർ സ്വദേശികളായ വിഷ്ണുവിന്റെയും ഐശ്വര്യയുടെയും വിവാഹമാണ് ഇന്ന്. എല്ലാ ആശംസകളും ന്യൂസ് 18ന്റെ ഭാഗമായി സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആശംസകൾ നേരുന്നു. ഒപ്പം ന്യൂസ് 18ന്റെയും ആശംസകൾ. കൊല്ലം ശൂരനാട് തെക്കുള്ള അഖിലിന്റെയും ശ്രുതിയുടെയും വിവാഹമാണ് ഇന്ന്. ആശംസകളുമായി ധർമ്മപുരി കതിരവൻസ് ടീം ആശംസ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ വിവാഹ ആശംസകളും നേരുന്നു. ന്യൂസ് 18ന്റെയും ആശംസ. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്ക് എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. ഒന്നുകൂടി 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, പേര്, ഫോൺ നമ്പർ, ഒപ്പം പിറന്നാൾ അല്ലെങ്കിൽ വിവാഹ വാർഷികം എന്തുമാകട്ടെ ന്യൂസ് 18 സ്ക്രീനിലൂടെ നിങ്ങൾക്ക് അറിയിക്കും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഒടുവിലിതാ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് അവന്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിലേക്കുള്ള സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നു. 12 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു ആദായ നികുതി സ്ലാബ്. അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ വരുമാനം നേടുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല. കണക്കാക്കുമ്പോൾ മാസം 1 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു വ്യക്തിഗത ടാക്സ് എന്നത്. വ്യക്തിഗത പരിധി ആണ് ഇപ്പോൾ അത് 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി. ഒരു പക്ഷേ സാമ്പത്തിക നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തിയിരുന്നത് 10 ലക്ഷം രൂപ വരെ ഉയർന്നേക്കാം, അതിനപ്പുറത്തേക്ക് കടക്കില്ല എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അതാണിപ്പോൾ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം എന്ന് തന്നെ പറയാം. 12 ലക്ഷം രൂപ വരെ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ള വ്യക്തികൾക്ക് ഇനി നികുതി അടയ്ക്കേണ്ടതില്ല എന്ന സുപ്രധാന പ്രഖ്യാപനം തന്നെയാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ അവസാനം ഉണ്ടായിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും ഇത് തന്നെയാണ്. സാമ്പത്തിക നിരീക്ഷകരെ പോലും ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം, ഇത്തരത്തിൽ സാധാരണക്കാരന് അനുകൂലമാകുന്ന ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടാകില്ല എന്ന് പൊതുവെ നിരീക്ഷിച്ചിരുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോഴത്തെ ഈ ബജറ്റ് അവതരണത്തിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഭാഗങ്ങളിൽ ഒന്നും തന്നെ ജനങ്ങൾക്ക് അധിക ബാധ്യതയാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നമുക്ക്
മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ബജറ്റിൻ്റെ പൂർണ്ണ രൂപം ലഭിക്കും. അപ്പോഴായിരിക്കും ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായിട്ടല്ല എങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും ജനങ്ങൾക്ക് ഭാരമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. പക്ഷേ ബജറ്റ് അവതരണം ഏതാണ്ട് 1.5 മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടുനിന്ന ബജറ്റ് അവതരണമാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയതും നിർമ്മല സീതാരാമൻ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ ബജറ്റ് പ്രസംഗം ഏതാണ്ട് 1 മണിക്കൂർ 17 മിനിറ്റ് 18 മിനിറ്റ് അത്രമാത്രമാണ് നീണ്ടുനിന്നത്. ആ ബജറ്റ് പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി മാറിയിട്ടുള്ളത് ആദായ നികുതിയിൽ വന്നിട്ടുള്ള വമ്പൻ മാറ്റം തന്നെയാണ്. ആദായ നികുതി സ്ലാബ് 12 ലക്ഷം രൂപ ആക്കി ഉയർത്തിയിരിക്കുന്നു. ഇടത്തരക്കാരായ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാരിലേക്ക് നികുതിയായി അടയ്ക്കേണ്ട തുക ഇനി മുതൽ സാധാരണക്കാരൻ്റെ അക്കൗണ്ടിൽ സമ്പാദ്യമായി മാറുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ആ സമ്പാദ്യത്തിൽ നിന്ന് വിപണിയിലേക്ക് കൂടുതൽ തുക ഇറക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക്, ഇടത്തരം ആളുകൾക്ക് സാധിക്കും. അങ്ങനെ വിപണിയെ കരുപ്പിടിപ്പിക്കുക എന്ന ഒരു ഫോർമുല തന്നെയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ആണ് ബജറ്റിൽ ഉണ്ടായത്. നേരത്തെ ഇന്നലെ രാഷ്ട്രപതി സംസാരിക്കുമ്പോഴും അതിനുശേഷം പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും ഒക്കെ ഇടത്തരക്കാർക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനം ഉണ്ടാകും. സൊസൈറ്റി ലിമിറ്റ് രാവിലെ തുടരുന്നു. ഇന്ന് ഇത് സംഭവിക്കും. മാതാപിതാക്കളെ ചുട്ടുകൊന്ന കേസിൽ മകനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കൊല്ലപ്പെട്ടത് മാന്നാർ സ്വദേശി രാഘവനും ഭാര്യ ഭാരതിയുമാണ്. പ്രതി വിജയനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്താനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട വൃദ്ധ ദമ്പതികളുടെ സംസ്കാരവും ഇന്ന് നടക്കും. കൊച്ചിയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ പരസ്യപ്രചാരണം നാളെയാണ് അവസാനിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദായ നികുതി ഇളവ് ഡൽഹിയിൽ പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയിലാണ് BJP. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിന് ഇന്ന് സാധ്യതയുണ്ട്. കേസ് റിയാദ് കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദേശീയ ഗെയിംസിൽ പ്രതീക്ഷയോടെ കേരളം ഇന്നിറങ്ങുന്നുണ്ട്. സജൻ പ്രകാശ് 3 ഇനങ്ങളിലാണ് മത്സരിക്കുക. വനിതാ ബാസ്കറ്റ്ബോൾ ഫൈനലിൽ കേരളം തമിഴ്നാടിനെ നേരിടുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലെ അവസാന മത്സരത്തിനായി ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നുണ്ട്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഇന്ന് മത്സരം നടക്കുക. 5 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കിയിരുന്നു. അണ്ടർ-19 വനിതാ വേൾഡ് കപ്പിൽ ഇന്ന് ഫൈനൽ പോരാട്ടം. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 12 മണിക്കാണ് നടക്കുക. ISLൽ ജംഷഡ്പൂർ ഇന്ന് ഗോവയെ നേരിടും. മത്സരം രാത്രി 7:30-ക്കാണ്. ജംഷഡ്പൂരിലെ JRD ടാറ്റ സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് ക്രിസ്റ്റൽ പാലസിനെ നേരിടുന്നുണ്ട്. ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി മത്സരവും ഇന്നാണ്. ഇനി ജാഗ്രതയിലേക്ക്. ഇക്കഴിഞ്ഞ മാസം, അതായത് 2025 തുടങ്ങിയ ജനുവരി മാസം, നമുക്കറിയാം എത്രയോ കൊലപാതക കേസുകൾ, എത്രയോ പീഡന കേസുകൾ, എത്രയോ മനസ്സിനെ വല്ലാതെ മരവിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടു.
ചോര പുരണ്ട ജനുവരി തന്നെയായിരുന്നു അത്. അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് ഒരു നടുക്കത്തോടെയാണ് കേരളം കേൾക്കുന്നത്. ബാലരാമപുരത്ത് കിണറ്റിലിട്ട് കൊന്ന ദേവേന്ദു എന്ന 2.5 വയസ്സുകാരി മുതൽ മഞ്ചേരി പുൽപ്പറ്റയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ട 3 മാസം പ്രായമായ ആദ്രി ദേവ് വരെയുള്ള മുഖങ്ങൾ ആർക്കും മറക്കാനാവില്ല. മലയാളിയുടെ മനസാക്ഷി മരവിച്ചോ എന്ന ചോദ്യമാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണ്ട് കേരളം ഞെട്ടിവിറയ്ക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടിനു മുകളിൽ ശാപത്തിന്റെ കരുനിഴൽ. പുരോഗമന കാഴ്ചപ്പാടുകളിൽ ഇന്ത്യക്ക് മാതൃക എന്നൂറ്റം കൊണ്ട സംസ്ഥാനം മനോനില തെറ്റിയ കുറ്റവാളികളുടെ കേളിഗൃഹമായി മാറിയെന്ന് ഒരമ്പരപ്പോടെയെങ്കിലും നാം തിരിച്ചറിയുന്നു. പുതുമത്സരം പിറക്കുന്ന ആഘോഷത്തിന്റെ മനോഹര നിമിഷത്തിലും കേരളത്തിൽ ഒരു കൊലപാതകം നടക്കുകയായിരുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പുതുവത്സരം ആഘോഷിക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികൾ 30-കാരനെ കുത്തിക്കൊന്നു. മുള്ളൂർക്കരയിൽ ന്യൂ ഇയർ ആശംസിക്കാത്ത സുഹൃത്തായ യുവാവിനെ കാപ്പ കേസ് പ്രതി 24 തവണ കുത്തി. പത്തനംതിട്ടയിൽ 13 വയസ്സ് മുതൽ താൻ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തിയ 18-കാരി പറഞ്ഞത് 64 പേരുകൾ. ഒരു പെൺകുട്ടിയെ ഇത്രയധികം പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന സംഭവം അപൂർവം. പക്ഷേ അതും കേരളത്തിൽ നടക്കുന്നു. ചേന്നമംഗലം കൂട്ടക്കൊലയിൽ പശ്ചാത്താപമില്ലെന്നാണ് പ്രതി ഋതു ജയൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അയൽവാസികളായ 3 പേരെ കൊന്ന ശേഷം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 4-മത്തെയാൾ മരിക്കാത്തതിലാണ് പ്രയാസമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വൈക്കത്ത് ഹണി ട്രാപ്പിൽ വൈദികനെ കുടുക്കിയ യുവതിയും സുഹൃത്തും പലപ്പോഴായി തട്ടിയത് 41 ലക്ഷം രൂപ. തലശ്ശേരിയിൽ ജനിപ്പിച്ച കുറ്റത്തിന് അമ്മയ്ക്ക് മകൻ നൽകിയ ശിക്ഷ മരണം. കഠിനംകുളത്ത് പൂജാരിയുടെ ഭാര്യയെ സുഹൃത്ത് ജോൺസൺ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കത്തികുത്തിയിറക്കി. നെന്മാറയിലെ കൊലയാളി ചെന്താമര വിശ്വസിക്കുന്നത് താൻ ഒരു കടുവയാണെന്നാണ്. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയെ കാമുകൻ ചുറ്റിക കൊണ്ടടിച്ചു കൊന്നത് ഇഞ്ചിഞ്ചായി. അതിനിടയിലും ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു. ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധരെ വരെ കൊല്ലാൻ മടിയില്ലാത്ത നാടായി മലയാളക്കര മാറിക്കഴിഞ്ഞു. നീതിബോധമില്ലാത്ത, നിയമ സംവിധാനത്തെ ബഹുമാനിക്കാത്ത ഹീനനീച നികൃഷ്ട ജന്മങ്ങളായി മാവേലി നാട്ടിലെ മക്കൾ പരിണമിച്ചത് ആശ്ചര്യമെങ്കിലും സത്യം. കേരളത്തെ വീണ്ടെടുക്കാൻ, മനസാക്ഷിയെ തിരിച്ചുപിടിക്കാൻ മഹാ അവതാരപ്പിറവിക്ക് കാത്തുനിൽക്കുകയോ ഈ നാട്? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിൽ ഞെട്ടിച്ച കൊടും ക്രൂരതയുടെ കാര്യകാരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ന്യൂസ് 18. നമ്മുടെ നാട് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ നാടാകരുത്. മനസ്സുകളെ ക്രൂരതകളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ ഒന്നായി അതിനായി മുന്നിട്ടിറങ്ങണം. ന്യൂസ് 18 ലൈവത്തോൺ കാണാം. ഇന്ന് രാവിലെ 10 മുതൽ ചോര പുരണ്ട ജനുവരി. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ മാതാവ് നേരത്തെ വീണ്ടും ഒരാളെ വിവാഹം ചെയ്തു എന്നത് കേന്ദ്രീകരിച്ച് അന്വേഷണം. ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ നടത്തിയ വെളിപ്പെടുത്തൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ദേവസ്വം ബോർഡ് ജീവനക്കാരന് വിവാഹം ചെയ്തെന്ന വിവാഹമോചിതയാകാതെയാണ് 2ാം വിവാഹത്തിലേക്ക് പോയതെന്നും ശ്രീതു പറഞ്ഞതായാണ് ദേവിദാസന്റെ മൊഴി. കുട്ടികളെ കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയ പ്രതിയും അമ്മാവനുമായ ഹരിക്ക് വേണ്ടി നാളെ കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കുന്നുണ്ട്. വി വിനോദ് ഉണ്ട്. വിനോദ്, ഇപ്പോൾ എന്തൊക്കെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ പ്രധാനമായും ദേവിദാസനോട് ഈ ശ്രീതു സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണോ? രഞ്ജിത്ത്, ഈ കേസിൽ പ്രതി പിടിയിലായി റിമാൻഡിലാണ്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് കേസിൽ പ്രതിയെ കിട്ടി എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിന്റെ മോട്ടീവ്, എന്തിന് ഈ കൊലപാതകം എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുന്നുണ്ട്. ശംഖുമുഖം ദേവിദാസൻ എന്ന ജ്യോത്സ്യന്റെ മൊഴി കഴിഞ്ഞ ദിവസം നമുക്ക് ബൈറ്റ് അദ്ദേഹം നൽകിയതിലും ഇക്കാര്യം പറയുന്നുണ്ട്. ശ്രീതു തന്നോട് പറഞ്ഞു, വീണ്ടും വിവാഹിതയായി, ആദ്യത്തെ വിവാഹബന്ധം വേർപെടുത്താതെയാണ് 2ാമത് വിവാഹിതയായത്. ഇതൊരു 6 മാസം മുൻപായിരുന്നു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. കരിക്കകത്താണ് ദേവിദാസൻ താമസിക്കുന്നത്. വിനോദ് കേൾക്കാമോ? വിനോദ് കേൾക്കാം, തുടരാം. രഞ്ജിത്ത്, ഈ 6 മാസം മുൻപാണ് ശ്രീതു തന്നോട് ഈ കാര്യം പറഞ്ഞതായി ദേവിദാസൻ വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ പ്രതികരണത്തിലും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ ഒരാളെ വിവാഹം ചെയ്തു എന്ന കാര്യമാണ് പറയുന്നത്. ശ്രീതുവിന് താൽക്കാലികമായ ജോലി ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ ഒഴിവാക്കുന്നതിന് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് സമ്മർദ്ദം ശ്രീതുവിന് മേൽ ഉണ്ടായിരുന്നോ
ഈ രണ്ടാമത്തെ ഭർത്താവ് ആരാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിൽ ഈ സഹോദരൻ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ സഹോദരനെ കൊണ്ട് അത് ചെയ്യിച്ചതാണോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. നാട്ടുകാർ പ്രധാനമായും ഉയർത്തുന്ന ഒരു സംശയവും അത് തന്നെയാണ്. കാരണം പ്രതി ഹരിക്ക് അങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാകില്ല. കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അക്രമവാസന നടത്തിയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായി ഹരിയെ കൊണ്ട് അത് ചെയ്യിച്ചതാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യിച്ചതാണെങ്കിൽ ആരാണ് ചെയ്തത്, എന്തുകൊണ്ട് ശ്രീതു ഈ വാട്സപ്പ് സന്ദേശങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തു, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ വളരെ രഹസ്യമായി എന്തിന് ഫോണിലൂടെ വാട്സപ്പ് സന്ദേശങ്ങൾ സഹോദരനും സഹോദരിയും തമ്മിൽ കൈമാറി എന്നതടക്കമുള്ള സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഹരിക്ക് എഴുത്തും വായനയും കൃത്യമായി അറിയില്ല. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ എഴുതിയുള്ള സന്ദേശങ്ങളല്ല, മറിച്ച് വോയിസ് ക്ലിപ്പുകളായി അവരുടെ സന്ദേശങ്ങൾ കൈമാറി എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതലും ശ്രീതുവാണ് അയച്ചിട്ടുള്ളത്. പലതും നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംശയം ബലപ്പെടുന്നതും. ഇരുവർക്കിടയിൽ ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് സമ്മതിക്കാത്തതിലെ വൈരാഗ്യത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന മൊഴി. പക്ഷേ അത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല. അവിടെയാണ് ഈ രണ്ടാം ഭർത്താവ് ആര് എന്നത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. മാത്രമല്ല ശ്രീതു ദേവസ്വം ബോർഡിൽ സ്ഥിര ജീവനക്കാരിയാണെന്ന് പലരോടും പറഞ്ഞിരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും പണം തട്ടിയതായ വിവരവും പുറത്തുവരുന്നു. ശ്രീതു ഉപയോഗിച്ചിരുന്ന കാർ അത് ആരുടേതാണ്, എങ്ങനെയാണ് ഈ കാർ ലഭിച്ചത്, ഇതിനുള്ള വരുമാനം എവിടെ നിന്ന് തുടങ്ങി പല കാര്യങ്ങളും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളും നടപടികളും. രഞ്ജിത്ത്. ശരി, വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്ത വരുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ ആൺ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചോറ്റാനിക്കരയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ് രംഗത്തുണ്ട്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷയും നൽകും. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്ന സുഹൃത്തിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഡാനി, ഇതിൽ കൂടുതൽ പങ്കാളിത്തം പോലീസ് സംശയിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഇതില് പ്രധാനമായും പോലീസ് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് കൊലപ്പെടുത്തണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്ന ആ ഒരു കാര്യത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അങ്ങനെ ആരോടെങ്കിലും ഇതുമായി ഡാനി കേൾക്കുന്നുണ്ടോ? തുടരാം. ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന നരഹത്യ എന്നുള്ള ഒരു വകുപ്പ് അത് കൊലക്കുറ്റം എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യമായ ഒരു തെളിവുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ മറ്റുള്ളവർ കൂടി അവർക്ക് ഇത് അറിയാമായിരുന്നു, അവരുമായി ഏതെങ്കിലും രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇയാൾ സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. കസ്റ്റഡി ലഭിച്ച ശേഷം അത്തരം ഒരു നടപടികളിലേക്ക് കടക്കുകയും ഇവിടെ കൊണ്ടുവന്നാക്കിയ ആ സുഹൃത്തിനെ അടക്കം ഇതിൽ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ പ്രതിക്ക് കൊലപ്പെടുത്തണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നൊരു സംശയത്തിന്റെ ഒരു ആനുകൂല്യം ഈ പ്രതിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നരഹത്യ എന്ന രീതിയിലേക്ക് പോകുന്നത്. നിലവിൽ കൊലക്കുറ്റം ചുമത്തണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു തെളിവുകൾ കൂടി പോലീസിനെ സമാഹരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അത്തരമൊരു അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് പോലീസ് ഗൗരവതരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും തുടർ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നേരത്തെയുള്ള ആ കേസിന്റെ സ്വഭാവത്തിൽ നിന്ന് പെൺകുട്ടിയുടെ മരണത്തോടെ അത്തരം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇയാളുടെ ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു സാഹചര്യവും പോലീസ് സംശയത്തിന് ഇട നൽകുന്നുണ്ട്. കാരണം 3 കേസുകളിൽ ഇയാൾ നേരത്തെ പ്രതിയാണ്. കഞ്ചാവ് കേസും അതോടൊപ്പം തന്നെ മറ്റ് അടിപിടി കേസുകളുമുണ്ട്. അതുകൊണ്ട് ഒരു ക്രിമിനൽ സാഹചര്യമുള്ളയാളാണ്, പശ്ചാത്തലമുള്ളയാളാണ്. അതുകൊണ്ട് പൂർണ്ണമായും അത്തരം കാര്യങ്ങളൊന്നും എഴുതി തള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അവരോട് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി നീങ്ങുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നാണ്. നിലവിൽ ഇയാൾ നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് താൻ അവരെ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ, അതിൽ മനം നൊന്ത് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ട് താൻ ആ ഷാള് പൊട്ടിച്ച് താഴെ ഇടുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് താൻ മരണപ്പെട്ടു എന്നൊരു ഭയത്തിൽ അവിടെ നിന്ന് കടന്നു കളയുകയുമായിരുന്നു എന്നതാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളോട് ഇയാൾ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്നൊരു അന്വേഷണത്തിലേക്ക് അടക്കം പോലീസ് കടക്കുകയും ചെയ്യുന്നത്. രഞ്ജിത്ത. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു.
മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകണം എന്നുള്ളതാണ്. മറ്റു ചില വാർത്തകളും ഒരുപാട് വാർത്തകൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിക്കുന്നുണ്ട്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ. കൊച്ചിയിൽ സഹപാഠികളുടെ അതിലൊന്നാണ് കൊച്ചിയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം. അതിൽ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടിയുടെ അമ്മ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴി നൽകും. ഡാനി തുടർന്നു. ഡാനി, എന്തൊക്കെയാണ് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നത്? പൂർണ്ണമായും സ്കൂൾ ഈ വിദ്യാർത്ഥികളെ അടക്കം ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതൊക്കെ സംഭവിക്കുന്നുണ്ടോ? വിദ്യാർത്ഥികളിലേക്ക് പോലീസ് ഒരു ആദ്യഘട്ടത്തിലുള്ള 2 പേര് മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും ആ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് അടക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനമായ ഒരു കാരണം കുട്ടികളാണ് എന്നൊരു പരിഗണന അവർക്കും നൽകുന്നുണ്ടായിരുന്നത് തന്നെയാണ്. അവരൊരു പരീക്ഷാ കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം അവരിലേക്ക് എത്താമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതേസമയം സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം പോലീസ് തേടിയിട്ടുണ്ട്. എന്താണ് കാര്യങ്ങളിൽ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യുകയാണ്. മറ്റൊന്ന്, മിഹിർ അഹമ്മദിന്റെ അമ്മയോട് മൊഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ കൊച്ചിയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ കൊച്ചിയിലേക്ക് എത്തും, പക്ഷെ ഒരു സമയം ഏത് ഉദ്യോഗസ്ഥന് മുന്നിൽ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പോലീസ് കൃത്യമായി വിവരം നൽകിയിട്ടില്ല. ഒരുപക്ഷെ ഇന്നോ അതോ നാളെയോ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഈ കേസിലും പോലീസ് കൂടുതൽ കാര്യക്ഷമമായിട്ട് തന്നെയാണ് ഇടപെടുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം ഒരു നിർദ്ദേശം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പാരലായിട്ട് നടക്കുന്നുണ്ട്. അത് പ്രധാനമായും സ്കൂളിന്റെ വീഴ്ച സംബന്ധിയായ കാര്യങ്ങളിലാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ റിപ്പോർട്ട് നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആലുവ DEO സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഹിൽ പാലസ് CAയുടെ നേതൃത്വത്തിൽ 10-അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയും അവരുടെ ഒരു അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ സൈബർ ടീമിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മരണം ചില സഹപാഠികൾ ആഘോഷിക്കുകയായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. അവരുടെ ഒരു ചാറ്റുകൾ, ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒപ്പം ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞുകൊണ്ട്. ആ കൂട്ടായ്മ പെട്ടെന്ന് ഇല്ലാതാകുന്നു. അത് ആരുടെ സമ്മർദ്ദം കൊണ്ട് ഇല്ലാതാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആരൊക്കെയായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിനാണ് സൈബർ ടീമിനെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാഷ്റൂമിലടക്കം പീഡനങ്ങൾ നടന്നുവെന്ന് കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഏതെങ്കിലും ഈ ദൃശ്യങ്ങൾ ഉപകരിക്കുമോ എന്നത് സാധ്യത കുറവുള്ള ഒരു കാര്യമാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ, അവിടേക്ക് പോകുന്ന ദൃശ്യങ്ങളോ മറ്റെന്തെങ്കിലും ശേഖരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് അന്വേഷണത്തിന് സഹായകരമാകും. അപ്പോൾ ആ സാധ്യതകൾ, മുഴുവൻ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കുട്ടിയുടെ അമ്മ വരും ദിവസം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും എന്ന് തന്നെയാണ് അവരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അവരുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും. സ്കൂൾ അധികൃതരുടെ മൊഴിയും ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ സ്കൂളിനെതിരെ തുടരുകയാണ്. പല സംഘടനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ SFI മാർച്ച് നടത്തിയിരുന്നു. അതുപോലെ മറ്റു സംഘടനകളും ഈ സമാനമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ശരി. മാന്നാറിൽ വൃദ്ധ ദമ്പതികളെ ചുട്ടുകൊന്ന സംഭവത്തിൽ പ്രതി വിജയനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുക. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അതേസമയം മരിച്ച വൃദ്ധ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിയോടെ മാന്നാറിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്നലെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, പൂർണ്ണമായും ഇയാള് മാത്രമാണ് പ്രതി എന്ന് തന്നെ അല്ലേ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത, വിജയൻ മാത്രമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. അതിനാസ്പദമായ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം വിജയൻ പെട്രോൾ പമ്പിൽ എത്തുന്നതും പെട്രോൾ വാങ്ങുന്നതും അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അവിടെയൊക്കെ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മാതാപിതാക്കളുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യമാണ്, പിന്നീട് തുടർച്ചയായി ഉണ്ടായിരുന്ന അസ്വാരസ്യമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. സ്വത്ത് തർക്കവും പ്രധാന വിഷയമായി മാറി എന്നുള്ളതാണ് അന്വേഷണ സംഘം
വ്യക്തമാക്കുന്നത്. എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ച ഒരു അരുൺ കൊലയിലേക്കാണ് മാന്നാറിലെ സംഭവം നീങ്ങിയതെന്നുള്ളതാണ്. പോലീസ് വിജയനെ വിളിച്ച് ഇതിനു മുമ്പുണ്ടായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്നലെ വിജയനെ സ്റ്റേഷനിൽ ഹാജരാകാനായി നിർദ്ദേശം നൽകിയതിന്റെ പിന്നാലെയായിരുന്നു ഈ രക്ഷകർത്താക്കളെ, വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന രക്ഷകർത്താക്കളെ പെട്രോൾ ഒഴിച്ച ശേഷം വീടിന് തീ കൊളുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ പ്രാഥമികമായ തെളിവെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. ആ തെളിവെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ച ശേഷം ഇന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് നടപടികളിലേക്ക് പോലീസ് കടക്കും. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നു. ഇന്നിപ്പോ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. അതാണ് സാഹചര്യം. ഏതായാലും അതും വലിയ ദാരുണമായ ഒരു സംഭവമാണ്, നാടിനെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി അത് മാറുകയാണ്. നമുക്ക് രാവിലെ അവസാനിപ്പിക്കാനുള്ള സമയമാണ്. 10 മണി മുതൽ ന്യൂസ് 18 പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. അത് ചോര മണക്കുന്ന ജനുവരി എന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ ജനുവരി മാസം മുഴുവൻ നമ്മൾ റിപ്പോർട്ട് ചെയ്തതും നമ്മൾ വായിച്ചതുമായ വാർത്തകളിൽ കൂടുതലും ക്രൈമുമായി ബന്ധപ്പെട്ട വാർത്തകൾ, കൊലപാതകങ്ങളായിരുന്നു, പീഡനങ്ങളായിരുന്നു. അതും പലതും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു എന്നത് കൂടി ചേർത്ത് വായിക്കണം. അതിൻ്റെ ലൈവത്തോൺ ന്യൂസ് 18 ഉണ്ടാകും. ന്യൂസ് 18 തുടരുക. നമസ്കാരം. ഒടുവിൽ